ഹരി ഓം. യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സ്വയംവോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സ്വയംവോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗലിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം ഹരി ഓം ഹരി. സർവ്വ ആൾക്കാരുടെ വായിൽ നിന്നും ആ ശബ്ദം പുറത്തു വരണം. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ആശ്രമത്തിലിരുന്ന് ജപിച്ചാൽ പോരെ, ഇവിടെ വന്നിട്ട് മൈക്കിന്റെ മുമ്പിലിരുന്ന് ജപിക്കണം. നിങ്ങളെല്ലാവരും കൂടെ ജപിക്കണം, ജപിപ്പിക്കണം എന്നതാണ് ഉദ്ദേശം. കണ്ണടച്ചോളും, ഞാനും അടയ്ക്കേ. ഹരിഹി ഹരിഹി ഓ സദസ്സിലുള്ള സദസ്യര് മടിയന്മാരെന്നെയാണ്. പോരാ, എനിക്ക് തൃപ്തിയായിട്ടില്ല, നിങ്ങൾക്കൊക്കെ തൃപ്തിയായോ എന്നറിയില്ല. എൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടെങ്കിലും എല്ലാവരും പങ്കെടുത്ത് ജപിക്കൂതാ. മൂന്നാമത്തത് ഓ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പാരമഹംസ്യ സംഹിതയാണ്. അതേ സമയത്ത് അതൊരു മഹാപുരാണവുമാണ്. പുരാണം എന്ന് പറഞ്ഞാൽ എന്താ, മഹാപുരാണം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പാരമഹംസ്യ സംഹിതയും കൂടി ആവുമ്പോൾ അതിലത്തെ വിശേഷം എന്താ, അതിന് പ്രത്യേകമായിരിക്കുന്ന സ്ഥാനമോ മഹിമയോ അല്ല മൂല്യരചനാവിശേഷമോ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ് എന്ന് അറിയിപ്പിക്കാനുള്ളൊരു പ്രവചനമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഞാൻ ഈ പ്രവചനം ശ്രീമാൻ കൃഷ്ണയ്യരുടെ അവസാനിക്കുന്ന സമയത്തെ ഇവിടെ എത്തിയുള്ളൂ. കേട്ടതോളം എനിക്ക് വലിയ ഇഷ്ടമായി. അദ്ദേഹം ഭാഗവതത്തിൻ്റെ ആ പുരാണ ഭാഗങ്ങൾ പലതും എന്താണ് ഏതാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായി. അതിൽ നിന്ന് എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരും വിചാരിക്കരുത് ഈ നമ്മുടെ ശാസ്ത്രീയമായിരിക്കുന്ന സാഹിത്യങ്ങളുണ്ടല്ലോ, ശാസ്ത്ര സാഹിത്യങ്ങളെല്ലാം ഇത് വെറുതെ അങ്ങോട്ട് പൊട്ടിമുളച്ചതാണെന്ന് വിചാരിച്ചു പോകരുത്. ലോകത്തിൽ ആരെഴുതിയ പുസ്തകവും ഒരു 100-200 കൊല്ലം വരെ നിലനിന്ന് നമ്മൾ കാണാറില്ല. കാലത്തിനെ അതിജീവിക്കാനോ എണ്ണമറ്റ തലമുറകൾക്ക് ആരാധിക്കാനോ പറ്റുന്നതായ ഒരു സാഹിത്യരചന ഉണ്ടെങ്കിൽ ആ സാഹിത്യരചനയെ സമയം തന്നെ തെളിയിപ്പിക്കും. എത്രയോ സഹസ്രാബ്ദങ്ങളല്ല
ലക്ഷക്കണക്കിന് മുൻപ് വർഷം ഉണ്ടായതാണ് ഈ വേദം എന്ന് പറയുന്ന സാഹിത്യം. ഈ കണ്ട കാലമെല്ലാം കഴിഞ്ഞതിന് ശേഷവും അതേ വേദങ്ങൾ ഉച്ചരിതായ ജനങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. ഈ വേദം രചിച്ചത് ആര് എന്ന് നമുക്കറിയില്ല, അത് പഠിപ്പിച്ചത് ആരെല്ലാം എന്നും നമുക്കറിയില്ല. എന്നാലും പല സ്ഥലങ്ങളിലും പല ആചാര്യന്മാരും പല ശിഷ്യന്മാരോടുമായി പറഞ്ഞു പഠിപ്പിച്ച് ഉച്ചാരണത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് വള്ളിപുള്ളികൾ മാറാതെ ഹ്രസ്വദീർഘങ്ങൾ മാറാതെ ഉദാത്ത അനുദാത്തങ്ങളോടുകൂടി പഠിപ്പിച്ചു കൊണ്ടുവന്നതാണ് ഈ വേദം എന്ന് പറയുന്ന സംഹിത. അത് ഇന്നും നിലനിന്ന് വരുന്നു. അതിനങ്ങനെ നിലനിൽക്കാനുള്ള ഒരു ശക്തി, അതിനൊരു അന്തസ്സത്ത, എക്കാലത്തും ജനിക്കാൻ പോകുന്ന ജനങ്ങളോട് പ്രായോഗിക ബന്ധത്തോടുകൂടി നിലനിൽക്കാനുള്ള ഒരു മഹത്വം എങ്ങനെ കൈവന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെയധികം നിങ്ങളെല്ലാവരും ആലോചിച്ച് നോക്കേണ്ട സമയമധികമായി. തെങ്ങോളം പോന്നാൽ ഈർക്കരിയോളം കാതൽ വേണം. നാം 21 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ വളർച്ച അവസാനിച്ചു. അവിടെ നമ്മുടെ ഓരോ ദിവസം ചെല്ലുന്തോറും ശരീരം ക്ഷീണിച്ചുകൊണ്ടാണ് വരുന്നത്. ക്ഷയം എന്ന് പറയുന്ന TB രോഗമല്ല, ശരീരത്തിന്റെ അണുക്കളും ഘടനകളും എല്ലാം ദുർബലമായി വരികയാണ് 21 വയസ്സ് കഴിഞ്ഞാൽ. അപ്പോഴാണ് നമുക്ക് പ്രായപൂർത്തി വന്ന് സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും നാം തുടങ്ങുന്നത്. അപ്പൊ 21 വയസ്സിൽ ശരീരം ക്ഷയിച്ചു തുടങ്ങി എന്നുണ്ടെങ്കിൽ പിന്നെ വളരാനും വികസിക്കാനും കൂടുതൽ കാതലും മഹിമയും ഉൾക്കൊള്ളാനുമുള്ള ഘടകങ്ങൾ ഏതാ? നമ്മുടെ മനസ്സും ബുദ്ധിയും മാത്രമാണ്. ഈ മനസ്സിനെ കൂടുതൽ വിശാലമാക്കി പവിത്രമാക്കി ഗാഠമാക്കി ബുദ്ധിക്ക് ആശയത്തെളിച്ചവും പ്രകാശപൂരിതത്വവും ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് ഉപകരിക്കുക എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ മറുപടിയേ ഉള്ളൂ. നമ്മുടെ ശാസ്ത്രീയമായിരിക്കുന്ന സാഹിത്യവും അതിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുമാണ്. മഹാപുരാണത്തിൽ പല സംഗതികളും പറയുന്നുണ്ട്. ഈ ലോകം ഉണ്ടായതെങ്ങനെ, ആരിൽ നിന്ന് അല്ലെങ്കിൽ എന്തിൽ നിന്നുണ്ടായി? നാം നമ്മുടെ മുമ്പിൽ കാണുന്നത് പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഒരു ലോകമാണ്. ഈ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നും ഒന്നിനേക്കാൾ സൂക്ഷ്മം അല്ലെങ്കിൽ സ്ഥൂലമായിരിക്കുന്നു. അതിലത്തെ അവസാന ഭൂതമാണ് ആകാശം എന്ന് പറയുന്നത്. അത്യന്ത സൂക്ഷ്മമായി സർവവ്യാപകമായി നിലനിൽക്കുന്നത്. ഈ ആകാശം പോലും ഉത്പന്നമാകുന്നതിന് മുൻപ് ഈ ലോകത്തിൽ എന്തുണ്ടായിരുന്നു എന്ന് ഋഗ്വേദത്തിലുള്ള നാസദീയ സൂക്തത്തിൽ പരാമർശം നടക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി സൃഷ്ടിയുടെ ക്രമം വല്ലതുമുണ്ടോ? ആ സൃഷ്ടിക്രമത്തിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കാണുന്ന സമയത്ത് എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടി? ഈ ലോകത്തിന് നമുക്ക് കണക്ക് ശാസ്ത്രം മുഴുവനും 0 മുതൽക്ക് 9 വരെയുള്ള സംഖ്യകളിൽ ഉൾപ്പെടുത്താവുന്നത് പോലെ ഈ സൃഷ്ടിക്രമത്തിന് മുഴുവനും നമുക്ക് എന്തെങ്കിലും അക്കങ്ങളോ സംഖ്യകളോ നിരൂപണങ്ങളോ നടത്തി ഒന്ന് നിരൂപിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കാം. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ച്, മനുഷ്യജീവന്റെ ഉദ്ഭവത്തെക്കുറിച്ച്, മനുഷ്യന്റെ ആന്തരികമായിരിക്കുന്ന ഘടകങ്ങളും അംഗങ്ങളുമെല്ലാം, ഇങ്ങനെ മനുഷ്യന്റെ വ്യക്തിത്വം, മനുഷ്യന്റെ സമാജം, ഈ ഭൂമിയുടെ ഘടന, ഭൂമിക്ക് മറ്റു ഗോളങ്ങളുമായുള്ള താരതമ്യ പഠനം, ബന്ധം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും പരാമർശിക്കുന്നതാണ് മഹാപുരാണം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഓരോരോ സ്കന്ധങ്ങളിൽ ഓരോരോ ഭാഗങ്ങളിലായി പലതും പരാമർശിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പരാമർശത്തിന് വേണ്ടി ദേവകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, സ്വർഗത്തിലെ കാര്യങ്ങൾ പറയും, പരമേഷ്ടി ബ്രഹ്മാവിന്റെ ലോകത്തിനെ പറ്റി പറയും, ഇഹലോകത്തിലെ കാര്യങ്ങളും പറയും. ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും മഹർഷിയുടെ മുൻപിൽ നിൽക്കുന്നത് നമ്മുടെ 4 ഭാഗത്തും കാണുന്ന ലോകവും തൻ്റെ ജീവിതവുമാണ്. പണ്ട് കാലത്തെ മനുഷ്യനും ഇന്നത്തെ കാലത്ത് മനുഷ്യനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് കടുകട വ്യത്യാസമില്ല എന്നാണ്. പണ്ട് കാലത്ത് മനുഷ്യനുണ്ടായിരുന്നത് 5 ഇന്ദ്രിയങ്ങളാണ്, കാണാനും കേൾക്കാനും. 5 ഇന്ദ്രിയങ്ങളാണ് പ്രവർത്തിക്കാൻ. ഈ 10 എണ്ണത്തിന് പ്രവർത്തിപ്പിക്കാനും പ്രേരിപ്പിക്കാനുമായി ഉള്ളിൽ അപ്രത്യക്ഷമായിരിക്കുന്ന ഒരു മനസ്സ് വികാര നിർഭരമായി ഭാവപൂരിതമായി നിലനിന്നിരുന്നു. ആ മനസ്സിന് യാതൊരു മാറ്റവുമില്ല. 5 ഇന്ദ്രിയങ്ങളിൽ കവിഞ്ഞ 6ാമത്തെ ഒരു ഇന്ദ്രിയം നമ്മൾക്ക് ഇതേവരെ ഉണ്ടായിട്ടില്ല. 2 കൈയും 10 വിരലും തന്നെയാണ് ഇന്നും നമുക്കുള്ളത്. 3ാമതൊരു കൈ ഉണ്ടായിട്ടില്ല, ഒരു വിരൽ കുറഞ്ഞിട്ടുമില്ല. ഈ മനസ്സിനെയും ശരീരത്തെയും പ്രേരിപ്പിക്കാനും അതിന് ദിശ നൽകാനും വേണ്ടിയിട്ടുള്ള ആലോചനാവ്യഗ്രമായിരിക്കുന്ന ഒരു ബുദ്ധിയുണ്ട്. അത് പണ്ടുകാലത്തുണ്ടായിരുന്നതാണ്. അങ്കിരസുദ്ദാലകൻ എന്ന് തുടങ്ങിയ വേദകാല മഹർഷിമാർക്കും ഉണ്ടായിരുന്നത് ഈ മനസ്സും ബുദ്ധിയും പാഞ്ചഭൗതികമായ ശരീരവുമാണ്. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരുടെ കയ്യിലും പാഞ്ചഭൗതികമായിരിക്കുന്ന ഒരു ശരീരവുമുണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിപ്പിക്കാനും പ്രേരിപ്പിക്കാനുമായ ഒരു മനസ്സും ഒരു ബുദ്ധിയുമുണ്ട്. ഇതല്ലാതെ വേറെ എന്താ ഉള്ളത്? അപ്പൊ പണ്ട് കാലത്ത് തന്നെ ഒരു ലബോറട്ടറിയോ ഒരു സയന്റിഫിക് പ്രോസസ്സോ ഒന്നും ഇല്ലാതെ
നമ്മുടെ മഹർഷിമാർ അവരവരുടെ ശരീരത്തിന്റെ ഉള്ളിലിരുന്ന് കുടീരമാണെങ്കിൽ കുടീരം, തപോധാമമാണെങ്കിൽ തപോധാമം, അല്ല വേറെ ഏതെങ്കിലും തുറന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഇരുന്ന് അവർ ഇങ്ങനെ നിരീക്ഷിച്ചു ഈ ജീവിതം എന്ത്, മനുഷ്യന്റെ വ്യക്തിത്വം എന്ത്, വ്യക്തിയും ലോകവും തമ്മിലുള്ളതായ സമ്പർക്കം എന്ത് എന്നിങ്ങനെ ആലോചിച്ചു നോക്കി അവർ ചില തത്വങ്ങളും നിർണയങ്ങളും എല്ലാം എത്തിച്ചേർന്നു. അങ്ങനെ തത്വങ്ങളും നിർണയങ്ങളും പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കപിലന്റെ ഉപദേശം ശ്രീമദ് ഭാഗവതത്തിൽ 3-ാം സ്കന്ധത്തിലുള്ളത്. ഇതിനെ വാസ്തവത്തിൽ സാഖ്യം എന്നാണ് പറയുക, കപിലന്റെ സാഖ്യം. സാഖ്യം എന്ന് പറയുന്ന സിദ്ധാന്തം നമ്മുടെ ദാർശനിക സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ്. വേദാന്തത്തെ പോലെ, പൂർവമീമാംസയെ പോലെ, ഉത്തരമീമാംസയെ പോലെ, ജൈന സിദ്ധാന്തത്തെ പോലെ, അങ്ങനെ ചാർവാക സിദ്ധാന്തത്തെ പോലെ ഈ സാഖ്യം എന്ന് പറയുന്നതും ഒരു ഭാഗമാണ്. അതിന്റെ രചയിതാവ്, അതിന്റെ മുനി കപിലനാണെന്നാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സാഖ്യം കപിലനിൽ നിന്ന് തുടങ്ങിയതല്ല. ഭഗവത്ഗീതയിൽ 2-ാമത്തെ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിന് സാഖ്യയോഗം എന്നാണ് പേര്. ആ സാഖ്യത്തിൽ അവിടെ പരാമർശിക്കുന്നത് എന്താ? സമ്യഖ്യായതേ പഠ്യതേ ഋഷിഭിഹി കാമക്രോധ വിയുക്തൈഹി ഇതി സംഖ്യ ആത്മവിദ്യ. പരമാത്മാവിനെ സംബന്ധിക്കുന്ന വിദ്യക്കാണ് സാഖ്യം എന്ന് പറയുന്നത്. അത് ഒരു തവണ കേട്ടാ പോരാ, 10,000 തവണ കേൾക്കേണ്ടി വരാം. കേട്ടാ മാത്രം പോരാ, മനനം ചെയ്യണം. മനനം ചെയ്താൽ മാത്രം പോരാ, സാക്ഷാത്കരിക്കും വേണം. അങ്ങനെ ശ്രവണത്തിലൂടെ, മനനത്തിലൂടെ, നിധിധ്യാസനത്തിലൂടെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതായ അതിസൂക്ഷ്മവും സർവവ്യാപകവുമായിരിക്കുന്ന ഒരു സാന്നിധ്യമാണ് ഈ സാഖ്യത്തിൽ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത്. കപിലൻ അതിനൊരു പ്രത്യേക രൂപം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് എല്ലാം കൂടി 24 തത്വമുണ്ട് എന്നാണ്. ആ 24 തത്വത്തിൽ എന്തൊക്കെ പെടും? ആദ്യമായി പഞ്ചഭൂതങ്ങൾ, ഭൂമി, വെള്ളം, അഗ്നി, വായു, ആകാശം എന്ന് പറയുന്ന 5 ഭൂതങ്ങൾ. ലോകത്തിൽ നിങ്ങൾ എവിടെ ചെന്നാലും ഈ പഞ്ചഭൂതങ്ങളാണ്. അമേരിക്കയിലാകട്ടെ, ചന്ദ്രനിലാകട്ടെ, സാറ്റേൺ, ശനി എന്ന് പറയുന്ന ഗ്രഹത്തിലാകട്ടെ, എവിടെ ചെന്നാലും പഞ്ചഭൂതങ്ങൾ മാത്രമേ ഉള്ളൂ. പഞ്ചഭൂത നിർമ്മിതമാണ് ഈ ലോകം. ഈ പഞ്ചഭൂതങ്ങളെ ചൊല്ലി ഉടലെടുക്കുന്നതായ വേറെ തന്മാത്രകൾ 5 എണ്ണമുണ്ട്. ഏതായി തന്മാത്രകൾ? ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് ഉദ്ഭൂതമാകുന്നതാണ് ഗന്ധം. ആകാശത്തിൽ നിന്ന് ധ്വനിക്കുന്നതാണ് ശബ്ദം. ജലത്തിൽ നിന്നുണ്ടാകുന്നതാണ് രസം. അഗ്നിയിൽ നിന്നുണ്ടാകുന്നതാണ് നഖം. വായുവിൽ നിന്നുണ്ടാകുന്നതാണ് സ്പർശം. ഇങ്ങനെ ശബ്ദ, സ്പർശ, രസരൂപ ഗന്ധങ്ങൾക്ക് നിദാനമായിരിക്കുന്ന ഈ പഞ്ചഭൂതങ്ങൾ, അങ്ങനെ 10 എണ്ണം. ഈ പഞ്ചഭൂതങ്ങളൊക്കെ പുറത്തുള്ളതാണ്. ഈ പുറത്തുള്ള പഞ്ചഭൂതങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ എങ്ങനെ സ്പർശിക്കുന്നു? ഏത് രൂപത്തിൽ സ്പർശിക്കുന്നു? 5 വാതിലിലൂടെ മാത്രമേ സ്പർശിക്കുന്നുള്ളൂ. വിശാലമായിരിക്കാം ഈ ലോകം. ആ വിശാല ലോകം വിവിധമാണ് പലതുകൊണ്ടും. അങ്ങനെ പലവിധത്തിലും വിശാലവും വിവിധവുമായിരിക്കുന്ന ഈ ലോകം എൻ്റെ അടുത്ത് വരുമ്പോ വെറും 5 എണ്ണമായി മാറുന്നു. ഏതാണ് ഈ 5? കണ്ണുകൊണ്ട് കാണാനുള്ള കാഴ്ചകൾ, മൂക്കുകൊണ്ട് ശ്വസിക്കാനുള്ള ഗന്ധം, നാവ് കൊണ്ട് രസിക്കാനുള്ള രസം, ചെവി കൊണ്ട് കേൾക്കാനുള്ള ശബ്ദം, ത്വക്ക് കൊണ്ട് സ്പർശിക്കാനുള്ളത് വാസന. ഇങ്ങനെയുള്ളതൊക്കെയാണ് സ്പർശം. അപ്പൊ ഈ ലോകത്തിനെ കണ്ട ആരും പരിഭ്രമിക്കണ്ട, അനാവശ്യമായി ആകൃഷ്ടരുമാകണ്ട. അത് പരമാത്മതത്വത്തിന്റെ പരിലസനം എന്നുള്ള നിലയ്ക്ക് ഈ ലോകം ആകർഷകമായി നാം കണക്കാക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇതിനെ കണ്ട് ഭ്രമിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അന്തരാത്മീയ തലത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതും പ്രവേശിക്കാൻ സാധിക്കുന്നതും സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതും ആനന്ദ നിർവൃതി നേടാൻ, ആനന്ദമത്തന്മാരാവാൻ സാധിക്കുന്നതുമായ ഒരു കാര്യമുണ്ടല്ലോ. അത് വിട്ട് യാതൊന്നും ഒരു ചുക്കും ഈ ലോകത്തിലില്ല. ഈ ലോകത്തിനെ ലോകമായി കാണുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. അപ്പൊ വിവിധമായിരിക്കുന്ന ഈ ലോകം, അനന്തമായിരിക്കുന്ന ഈ ലോകം നമ്മുടെ അടുത്ത് വരുമ്പോ വെറും 5 എണ്ണമായി തീരണു. ഈ 5 എണ്ണം അകത്ത് പ്രവേശിക്കുന്ന സമയത്ത് ശബ്ദം മനസ്സിന്റെ ഉള്ളിൽ പ്രവേശിക്കില്ല, ഗന്ധവും പ്രവേശിക്കില്ല. ഇതെല്ലാം ഉള്ളിൽ പ്രവേശിച്ച് മനസ്ഥലത്തിൽ എത്തുമ്പോ വെറും 2 എണ്ണമായി തീരണു. എന്താണ് ഈ രണ്ടെണ്ണം? ഒന്നിലോ പ്രീതികരം സുഖകരം, അല്ലെങ്കിൽ അപ്രീതികരം, അല്ലെങ്കിൽ ദുഃഖകരം. ഈ 2 എണ്ണം മനസ്ഥലത്തിലാണ്. മനസ്സും വിട്ട് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിലൊരു നിലയുണ്ട്. നാം എല്ലാവരും കിടന്നുറങ്ങുന്നത് പോലെ. ആ ഉറങ്ങുന്ന സമയത്ത് അവിടെ സുഖവുമില്ല, ദുഃഖമില്ല, ആനുകൂല്യമില്ല, പ്രാതികൂല്യമില്ല, ഇഷ്ടമില്ല, അനിഷ്ടമില്ല. ഇതൊന്നുമില്ലാതെ ഏകദാനമായി ഘനീഭവിച്ചിരിക്കുന്നതായ ഒരു സ്ഥിതിയാണ്. അപ്പൊ ഈ വിവിധമായിരിക്കുന്ന ഈ ലോകം ആകർഷണ വികർഷണങ്ങളെ കൊണ്ട് നമ്മളെ കീഴടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ലോകമേ,
നീയോ മേലെ അതോ ഞാനോ എന്നുള്ള ചോദ്യത്തിന് ഞാനാണ് നിന്നേക്കാൾ മേലെ എന്ന് പറയാൻ സാധിക്കണം. സാധിക്കുമോ നിങ്ങൾക്ക്? എന്താ മിണ്ടാത്തെ? അതെന്താ അങ്ങനെ? ഞാൻ ഉണർന്നാൽ മാത്രമേ എനിക്ക് ഈ ലോകം കാണാൻ പറ്റുള്ളൂ. എന്നെ ഉണർത്തുന്നത് ലോകമല്ല, ഉറങ്ങിക്കിടക്കുന്ന എന്നെ, എന്റെ ഉള്ളിലുള്ള അന്തരാത്മീയമായിരിക്കുന്ന ശക്തി തന്നെയാണ് ഉണർത്തുന്നത്. ഉണർന്നു കഴിഞ്ഞാൽ ഈ ലോകം ദൃശ്യമായി തീരുന്നു. ഈ ലോകം എന്റെ മുൻപിൽ ദൃശ്യമാണ്, ഞാൻ അതിന്റെ ദ്രഷ്ടാവാണ്. ദ്രഷ്ടാവിൽ പതിഞ്ഞിരിക്കുന്നതാണ്, ഛായ ഉണ്ടാക്കുന്നതാണ് ഈ ലോകം. പലതിനെയും ഞാൻ കാണുന്നു, പലതിനെയും കേൾക്കണു. ഈ കേട്ടതും കണ്ടതും മുഴുവനും എൻ്റെ ഉള്ളിൽ ഒരു പ്രതിബിംബ രൂപത്തിൽ, ഛായാരൂപത്തിൽ പതിയണു. അപ്പൊ വിശാലമായിരിക്കുന്ന ഈ ലോകത്തിന്റെ ഒരു പതിപ്പ് എൻ്റെ ശരീരത്തിന്റെ ഉള്ളിൽ അപ്രത്യക്ഷമായി കിടക്കുന്ന ചേതനാത്മകമായ മനസ്ഥലത്തിൽ പതിയുന്നുണ്ടെങ്കിൽ എവിടെ പതിയണോ ആ മനസ്ഥലമാണോ മേലെ, അതോ എന്ത് പതിയണോ ആ ലോകമാണോ മേലെ? എന്താ മിണ്ടാതെ? ഞാൻ ആരോടാ സംസാരിക്കണേ? I would like you to answer me very clearly. What is the answer that I am expecting? I have got two simple eyes. ചെറിയ രണ്ട് കണ്ണുകളുണ്ട്. ആ കണ്ണുകളിലൂടെ ഞാൻ ഒരു കുന്നിന്റെ മുകളിൽ ചെന്ന് പലതും കാണുന്നു. അനന്തമായിരിക്കുന്ന ദൂരങ്ങളും അസംഖ്യമായിരിക്കുന്ന വസ്തുജാലങ്ങളും കാണുന്നു. ആ വസ്തുജാലങ്ങളുടെ എല്ലാം ഒരു പതിപ്പ് എവിടെ ഉണ്ടാവണു? എന്റെ കണ്ണിലോ അതോ ഉള്ളിലോ? എന്താ മിണ്ടാതെ? ഉള്ളില്. അപ്പൊ ഇത്രയും വലിയ ദൂരങ്ങളും ഇത്രയും അസംഖ്യമായിരിക്കുന്ന വസ്തുക്കളും അവരുടെ ഒരു പതിപ്പ് എന്റെ മനസ്സിൽ ഉണ്ടാവുമ്പോ ആ മനസ്സാണോ വലിപ്പം കൂടുതല്, അതോ കണ്ട ദൃശ്യങ്ങളോ? എല്ലാവരും പറയുന്നുണ്ടോ? ഒരു ലിറ്റർ വെള്ളം ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചു. ആ വെള്ളം മുഴുവനും ആ പാത്രം അതിന് താങ്ങി നിൽക്കണമെങ്കിൽ ആ വെള്ളത്തിനേക്കാൾ കുറച്ച് വലിപ്പം കൂടുതൽ ആ പാത്രത്തിന് വേണോ വേണ്ടയോ? അതോ ഉഴക്ക് കൊള്ളുന്ന ഒരു പാത്രത്തിൽ ഇടങ്ങഴി വെള്ളം ഒഴിക്കാൻ പറ്റുമോ? അപ്പൊ ഇത്രയും വലിയ വിശാലമായിരിക്കുന്ന ഒരു ലോകത്തിന്റെ പതിപ്പ് എന്റെ മനസ്ഥലത്തിൽ ചേതനാത്മകമായിരിക്കുന്ന ആന്തര വ്യക്തിത്വത്തിൽ പതിയുന്നുണ്ടെങ്കിൽ ചേതനാത്മകമായ എന്റെ തലമുണ്ടല്ലോ, അത് ഈ കാണപ്പെടുന്നതിനെയും പതിച്ചതിനെയും കൂടുതലല്ലേ? അങ്ങനെ വിശാലമായിരിക്കുന്ന ഒരു തത്വമുണ്ട്. ആ തത്വത്തിലേക്കാണ് കപിലൻ എന്ന് പറയുന്ന സത്പുത്രൻ അമ്മയെ നയിക്കുന്നത്. 24 തത്വങ്ങൾ എന്ന് പറഞ്ഞ് ഈ ലോകത്തിന് മുഴുവനും എഴുതി തള്ളി മഹത്തിലേക്കെത്തി, അഹങ്കാരത്തിലേക്കെത്തി, അവസാനം പരമാത്മതലത്തിലെത്തി ആ വസ്തുതകളും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അമ്മയെ ധന്യധന്യയാക്കി ആ സത്പുത്രൻ. നിങ്ങൾ എല്ലാവരും, പലരും ഇവിടെ അച്ഛനമ്മമാരാണ്, ഒരുപക്ഷെ എല്ലാവരും ആയിരിക്കാം. നിങ്ങൾക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ മക്കളുടെ മുൻപിൽ അല്ലെങ്കിൽ മക്കളെ കുറിച്ച് നിങ്ങളുടെ മനസ്ഥിതി എന്താണ്? ഓരോ തലമുറയും കൂടുതൽ കൂടുതൽ നന്നായി വരണം. നിങ്ങൾക്ക് നന്മയുണ്ടെങ്കിൽ ആ നന്മ ഇരട്ടിക്കണം മക്കളുടെ ജീവിതത്തിൽ. അവരുടെ നന്മ പിന്നെയും ഇരട്ടിക്കണം പിന്നെ മക്കളുടെ കാര്യത്തിൽ. അങ്ങനെ ഓരോ തലമുറയും കൂടി കൂടി വരണം. എൻ്റെ മകൻ പാപ്പരനാണ്, അവൻ തോന്നിവാസിയാണ്, അവൻ പറഞ്ഞാ കേൾക്കണില്ല, ഞാൻ എവിടെയോ നല്ലവൻ, അവൻ എവിടെയോ മോശം, ഇങ്ങനെ പറയാനല്ലാതെ എൻ്റെ മകൻ എന്നേക്കാൾ ധന്യനാണ്, പവിത്രനാണ്, നല്ല ബുദ്ധിയുണ്ട്, നല്ല സാമർഥ്യമുണ്ട്, ഒരാൾക്കും ഉപദ്രവം ചെയ്യില്ല, വാസ്തവത്തിൽ ഞാൻ പറയില്ല എന്നാലും ഒരു മഹാത്മാവാണ് അദ്ദേഹം എന്ന് പറയാൻ തക്കമുള്ള മക്കൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നാണ് ഭാഗവതം ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് നല്ല മക്കൾ ഉണ്ടാകാത്തത്? അതിനുള്ള കാരണം നിങ്ങൾ തന്നെയാണ്, അച്ഛനമ്മമാർ തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് ഗർഭാധാനം നടക്കുന്ന സമയത്തും അതിനു മുൻപും എനിക്കുണ്ടാവുന്ന കുട്ടി നല്ല ലക്ഷണങ്ങളോടുകൂടി, നല്ല സദ്ഭാവങ്ങളോടുകൂടി ഉണ്ടാവണം എന്ന് എന്തേ നിങ്ങൾ വിചാരിക്കാത്തത്? അപ്പൊ വിചാര പാപ്പരത്വം മാത്രമാണ് നല്ല കുട്ടികളില്ലാതെ ഇരിക്കാൻ കാരണം. മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ കയ്യിലുള്ളതായ പാഞ്ചഭൗതിക ശരീരം അച്ഛനോ അമ്മയോ ഉണ്ടാക്കിയതല്ല, അത് പ്രകൃതി രൂപപ്പെടുത്തിയതാണ്. പരമേശ്വരൻ, പരമപുരുഷൻ രൂപപ്പെടുത്തിയതാണ്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ജീവനാകട്ടെ ഈശ്വരന്റെ തന്നെ സ്വന്തം അംശമാണ്. അപ്പൊ ഈശ്വരൻ പ്രകൃതി രൂപപ്പെടുത്തിയ പാഞ്ചഭൗതിക ശരീരം, അതിന്റെ ഉള്ളിൽ ഈശ്വരന്റെ അംശമായി കുടികൊള്ളുന്ന ജീവൻ, ഇത് രണ്ടും കൂടി വ്യവഹരിക്കുന്ന സമയത്ത് അവിടെ ഈശ്വരീയതയോ അതോ നമ്മുടെ നരത്വമോ? നിങ്ങൾ ആരും വാസ്തവത്തിൽ നിസ്സാരന്മാരല്ല. നിങ്ങളുടെ ശരീരം നശ്വരമായിരിക്കാം, ആ നശ്വര ശരീരം തന്നെ രൂപപ്പെടുത്തി അതിൽ പരിലസിക്കുന്നതാകട്ടെ പരമദിവ്യമായിരിക്കുന്ന പരമാത്മാവാണ്. ആ പരമാത്മാവിന്റെ പ്രതിനിധികളും
അവതാര മൂർത്തികളുമായിരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് നല്ല കുട്ടികൾ ഉണ്ടായിക്കൂടാ? ഈ ഒരു ചോദ്യം ഈ സ്വാമിജിയെങ്കിലും നിങ്ങളുടെ മുൻപിൽ എന്നും ചോദിക്കും. നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നത് എങ്ങനത്തെ കുട്ടികളാവണം, അതുകൊണ്ട് നാം എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് യു ഹാവ് ടു സ്പെസിഫൈ യുവർ ഡിമാൻഡ്, യുവർ ഒബ്ജക്റ്റീവ്. യു ഹാവ് ടു ഡിമാൻഡ് ആൻഡ് സ്പെസിഫൈ. അങ്ങനെ ഒരു ആവശ്യം സാധ്യമാണ്. ആ സാധ്യത്തെ പറ്റി പലതരത്തിലും ഈ ഭാഗവതമാണെങ്കിൽ പ്രത്യേകിച്ചും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ആദ്യമായി ശമീക മഹർഷിയുടെ അടുത്ത് പരീക്ഷിത്ത് മഹാരാജാവ് നായാട്ടിൽ വളരെയധികം വിഷമിച്ച് ചെന്നു. വെള്ളം കുടിക്കാൻ ചെന്നത് വെള്ളം കുടിക്കാനാ, ചെയ്തതോ മഹാഭാവോ. ശമീക മഹർഷി കണ്ണടിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ആ രാജാവിന്റെ അഹങ്കാരവും പ്രമത്തതയും അത് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ മഹാരാജാവല്ലേ, അവിടെ ചെന്നാൽ ഉടനെ സത്കരിക്കണ്ടേ, ദാഹിച്ച വെള്ളം തരണ്ടേ എന്നൊക്കെയായി ദേഷ്യം വന്നു. ഒരു ചെത്ത പാമ്പിനെ കൊണ്ട് കഴുത്തിലിട്ടു. ആ കഴുത്തിലിട്ടതിന് ശേഷം പോയി അവിടുന്ന് മഹാപാപം. കുറച്ചു കഴിഞ്ഞപ്പോ ശമീക മഹർഷിയുടെ മകൻ വന്നു. ആ മകൻ വന്നത് കണ്ടു. അച്ഛൻ കണ്ണടച്ചിരിക്കുകയാണ്. മകൻ ഉടനെ ആ പാമ്പിനെ എടുത്തു മാറ്റി. ദേഷ്യായി. പരീക്ഷിത്ത് എന്ന് പറയുന്ന മഹാരാജാവിന് ദാഹിച്ച വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ ഇത്രയധികം കോപതാപമാകാമെങ്കിൽ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ എത്ര കൊണ്ടായിക്കൂടാ? ആ കുട്ടി ഉടനെ ദേഷ്യപ്പെട്ട് കരുത്തുറ്റ ധിക്കാരം നിറഞ്ഞിരിക്കുന്ന ക്ഷത്രിയ ഹസ്തമേ ഇത് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഞാൻ കാണിച്ചു തരാം ക്ഷത്രിയ ഹസ്തത്തിനോ ബലം, അതോ തപോധനന്മാരായിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിനോ ബലം എന്ന് വിചാരിച്ച് പുഴയിലിറങ്ങി കയ്യിൽ വെള്ളമെടുത്ത് 7-ാം ദിവസം പാമ്പ് വന്ന് കടിച്ച് മരിക്കട്ടെ എന്നൊരു ശാപം കൊടുത്തു. ആ സംഭവം നടന്നു. പരീക്ഷിത്ത് മടങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് മഹർഷി കണ്ണു തുറന്നു. മകൻ ഓടിക്കതച്ചു വരുന്നു. എന്തോ ഒരു പന്തികേട് തോന്നി. അച്ഛാ അച്ഛാ അച്ഛാ, നടന്നതൊക്കെ ഇന്നതാണ് എന്ന് പറഞ്ഞു. ഉടനെ മഹർഷി പറയാ, ചെറിയ ഒരു തെറ്റിന് എന്റെ പൊന്നു മോനെ നീ ഇത്ര വലിയ ശാപം നൽകിയല്ലോ, ഒരിക്കലും ഇത് പാടില്ല. മഹർഷിമാരായും തപോധന്മാരുമായിരിക്കുന്ന നമ്മൾക്ക് സംയമമാണ് ധനം. നമ്മൾ ഒരു കാലത്തും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെറിയ കുട്ടിക്ക് ആത്മപാഠങ്ങളാണ് അച്ഛൻ നൽകിയത്. ഇങ്ങനെ നൽകാൻ നിങ്ങളുടെ കയ്യിൽ വല്ല ചരക്കുണ്ടോ? ഉണ്ടോ വല്ലതും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ? നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ടോ? അയ്യോ ഞാൻ പൊക്കോളാം മോനെ, നീ അവിടെ ഇരുന്നോ, നീ സിനിമ കണ്ടോ, ഇതല്ലേ നിങ്ങളുടെ പറച്ചില്? ഇതാണ് കുട്ടികൾ നന്നാവാത്തത്. ആ നന്നാവാത്തത് നിങ്ങൾ നന്നായ ഉടനെ കുട്ടികൾ നന്നായിക്കൊള്ളുന്നില്ല. നിങ്ങളുടെ അച്ഛനമ്മമാർ, അവരുടെ അച്ഛനമ്മമാർ, ഒരു 7 തലമുറയുടെ സ്വാധീനം നമ്മൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പൊ നന്മ എന്ന് പറയുന്നത് പെട്ടെന്ന് കൈക്കലാക്കി പെട്ടെന്ന് വിട്ടുകളയാവുന്നതല്ല. നിരന്തരമായ ഒരു പരിശ്രമം ചെയ്ത് വളരെ ദീർഘകാലികമായി നേടിവെക്കേണ്ടതും കൈവരിക്കേണ്ടതുമായ സമ്പത്താണ് ഈ നന്മ എന്ന് പറയുന്നത്. ആ കഥകളൊക്കെ അവതരിപ്പിച്ചു. ദിതി കശ്യപന്മാർ എന്ന് പറഞ്ഞ് 2 ദമ്പതിമാരെ വേദവ്യാസ മഹർഷി മുമ്പിൽ കൊണ്ടുവന്നു. ആ ദാമ്പത്യത്തിൽ അല്പം പിഴവ് വന്നു. ആ പിഴവിന്റെ ഫലമായി രാക്ഷസന്മാരും അസുരന്മാരും ജനിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ദേവഹൂതി കർദമ പ്രജാപതി എന്ന് പറയുന്ന ദമ്പതികളെ മുമ്പിൽ അവതരിപ്പിക്കുന്നു വേദവ്യാസ മഹർഷി. മനുവിന്റെ ധർമ്മപത്നി ശതരൂപ, അവർക്ക് 2 പേർക്കും ഉണ്ടായ കുട്ടിയാണ് ദേവഹൂതി. ദേവഹൂതിക്ക് പ്രായമായതോടുകൂടി ആ പെൺകുട്ടിയെ നല്ലൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചു. ആര്? മനു. നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന മാതിരിയുള്ള വിചാര. പക്ഷെ പിഴവ് എവിടെയാണെന്നറിയോ? ഈ നല്ലവൻ ആരാണ് എന്നുള്ളതിലാ. നമുക്ക് അമേരിക്കയിലുള്ളവൻ വേണം, പണം സമ്പാദിക്കുന്ന വേണം, ഡോളർ ഉള്ളവൻ വേണം എന്നൊക്കെ വിചാരിച്ച് കല്യാണം കഴിച്ചാൽ അതുപോലെ കല്യാണവും ഡൈവോഴ്സും ഒക്കെ അവിടെ നടന്നു വരും. മനു എന്ത് ചെയ്തു? എന്റെ മകളെ തപോധനനായിരിക്കുന്ന ഒരുത്തന്, വൈദിക ശ്രേഷ്ഠനായിട്ടുള്ള ഒരുത്തൻ, ജ്ഞാനനിഷ്ഠയും തപസ്സുമുള്ളതായ ഒരു മഹാത്മാവിന് കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ നാരദ മഹർഷി വന്നു. കർദമ പ്രജാപതിയെ പറ്റി അദ്ദേഹം അപൂർവനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം നന്മയുണ്ട്, തപസ്സുണ്ട്, ജ്ഞാനമുണ്ട്, വളരെയധികം തപോധനനാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഈ മകൾക്കും അദ്ദേഹത്തിൽ ഒരു ആകർഷണം തോന്നി. ഇന്നത്തെ കാലത്ത് ആകർഷണം തോന്നുന്നുണ്ട്, അത് മറ്റു തരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. ആ ആകർഷണം തോന്നി, അവൾക്കും തോന്നി കല്യാണം കഴിക്കണമെന്ന്. അവസാനം എന്തു ചെയ്തു? മനുവും ശതരൂപയും കൂടി ദേവഹൂതിയെ നേരിട്ട് കൂട്ടിക്കൊണ്ടുപോയി കർദമ പ്രജാപതിയോടൊരു അഭിമുഖ സംഭാഷണം നടത്തിയതിനു ശേഷം മകളെ ദാ വിട്ടു തന്നിരിക്കണു എന്ന് പറഞ്ഞു പോയി. ഡൗറി ഒന്നും കൊടുത്തില്ല കേട്ടോ, ഒന്നും കൊടുത്തില്ല, ആവശ്യമില്ല അതിന്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന സമയത്ത് പെൺകുട്ടിയും പെൺകുട്ടിയുടെ അംഗോപാംഗങ്ങൾ അടങ്ങുന്ന ശരീരവും മനസ്സുമാണോ നമുക്ക് വേണ്ടത്, അതോ സ്വർണവും പാത്രവും വേണോ?
എന്താ നിങ്ങൾ മിണ്ടാത്തെ? നിങ്ങളുടെ അപ്പടി പഴവാ, സർവ്വതും പഴവാണ്. മനു എന്ന് പറയുന്ന ആള് പെൺകുട്ടിയെ കൊണ്ടുപോയി സമ്മാനം കൊടുത്തു വന്നു. അദ്ദേഹത്തിന് വളരെയധികം സ്നേഹമസൃത ഉണ്ടായിരുന്നു. കെട്ടിപ്പിടിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വന്നതുകൊണ്ട് തലമുടി മുഴുവനും നനഞ്ഞു. എന്നാലും മകള് പരഗൃഹത്തിൽ ഭർത്താവോടുകൂടി ജീവിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചു വന്നു. അങ്ങനെ ദേവഹൂതി ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. വളരെ കാലം ശുശ്രൂഷിച്ച് ശരീരം വരെ ക്ഷീണിച്ചു അത്രേ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ ക്ഷീണിച്ചാൽ നിങ്ങൾ സമ്മതിക്കോ? അയ്യോ, അവളുടെ തൂക്കം കുറഞ്ഞു, 58 കിലോഗ്രാം ആയിരുന്നു, ഇപ്പൊ 4 കിലോഗ്രാം കുറഞ്ഞു, നമുക്ക് വേഗം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാ. അരെ, കല്യാണം കഴിച്ചു കൊടുത്താ പിന്നെ ഭർത്താവ് നോക്കിക്കോട്ടെപ്പാ. നിങ്ങൾക്ക് കിട്ടിയ ഭർത്താവ് നന്നായിട്ടില്ലേ, അതാ ഈ ആലോചന വേണ്ടി വരുന്നത്. മിണ്ടാണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോ കർദമ പ്രജാപതി ചോദിച്ചു, നിന്റെ ശുശ്രൂഷയാലും സേവാ മനസ്ഥിതിയാലും ഞാൻ വളരെ സന്തുഷ്ടനാണ്, എനിക്ക് വളരെ സന്തോഷമുണ്ട്, എന്താ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ആർക്കാണ് ഒരു കുഞ്ഞുണ്ടാവണമെന്ന് വിചാരമില്ലാത്തത്, അതുകൊണ്ട് എനിക്കൊരു സന്താനം ഉണ്ടാവാനായി അനുഗ്രഹിക്കണം. ക്ഷീണിച്ചിട്ടുള്ള ശരീരം ഒന്ന് വേണ്ടതുപോലെ ആവാൻ പറ്റിയ തരത്തിലുള്ള കുറച്ച് പോഷകാംശങ്ങളുള്ള ആഹാരങ്ങളും സൗകര്യങ്ങളൊക്കെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഉടനെ യോഗശക്തിയുള്ളതായ കർദമ പ്രജാപതി ഇതെല്ലാം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്ത് അവസാനം 1-ാം തരം ഒരു വിമാനം. ആരാത് പറയണത്? വേദവ്യാസ മഹർഷി കുടീരത്തിൽ ഇരുന്നിട്ടാ പറയണത്. അന്നത്തെ കാലത്ത് നമ്മൾ വിമാനം കണ്ടിട്ട് തന്നെ ഇല്ല. ആ ആകാശ നഗരം തന്നെ ഉണ്ടാക്കി, സുന്ദരമായിരിക്കുന്ന ഒരു നഗരം. ആ നഗരം ഉണ്ടാക്കി ദേവഹൂതിയും കർദമ പ്രജാപതിയും കൂടി കുറെ കാലം അവിടെ സല്ലപിച്ചും സന്തോഷിച്ചും കുറെ കാലം കഴിച്ചുകൂട്ടി. അവർക്ക് 9 കന്യകമാർ, 9 പെൺകുട്ടികൾ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞപ്പോ ഇതാണ് തപോധനന്മാരുടെ വിശേഷം. തപോധനന്മാരുടെ വിശേഷം ഇതാണ്. എന്താ വിശേഷം? ദേവഹൂതി, നീ കുറെ കാലം എന്നോട് കൂടി ജീവിക്കണം എന്ന് വിചാരിച്ചു. ദാമ്പത്യ സുഖവും സന്തോഷവും സല്ലാപവും സാഫല്യവും ഒക്കെ ഉണ്ടായി. 9 പെൺകുട്ടികളുമുണ്ട്. ഞാനിതാ തപസ്സിന് തപസ്സിന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, ശരിയാണ്, അങ്ങയുടെ കൂടെ ഇത്ര കാലവും ഞാൻ ജീവിച്ചു, എനിക്ക് 9 പെൺകുട്ടികളുണ്ട്, ഒരു തെറ്റുമില്ല, അങ്ങ് തപോധനനാണ്, അങ്ങയുടെ മഹാത്മ്യം മുഴുവനും മനസ്സിലാകാതെയാണ് ഞാൻ പെരുമാറിയത് എന്നുള്ളത് ശരിയാ. എന്നാലും മഹാത്മാക്കളുമായുള്ള ദേഹസംഗം പോലും അങ്ങേയറ്റം ധന്യത അണിയിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണത്? ഈ 9 കുട്ടികൾക്ക് പറ്റിയ വരന്മാരെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ ഞാൻ അയോഗ്യയാണ്. അതുകൊണ്ട് ഇവർക്ക് പറ്റിയ വരന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്കൊരു കുട്ടി ഉണ്ടാവണം. മാത്രമല്ല അങ്ങ് തപോധനനാണ്. ആ തപോധനന്റെ ധർമ്മപത്നിയായിരിക്കുന്ന ഞാൻ ഇത്രനാളും തപസ്സിനും ധനത്തിനും വേണ്ടിയല്ല പരിശ്രമിച്ചത്. ദാമ്പത്യ സുഖങ്ങൾക്കും സന്തോഷത്തിനും മാത്രം വേണ്ടിയേ പരിശ്രമിച്ചുള്ളൂ. അതൊരു അപരാധ ബോധമായി എൻ്റെ മനസ്സിലുണ്ട്. അതെല്ലാം നീങ്ങാൻ വേണ്ടി അങ്ങ് ഏതായാലും പൂവാണല്ലോ, ഒരു കുട്ടിയും കൂടി ഉണ്ടായി, ഒരു ആൺകുട്ടി ഉണ്ടായിട്ട് പോയാൽ കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ. ആ ആൺകുട്ടി എനിക്ക് ആത്മജ്ഞാനം ഉപദേശിക്കും കൂടി വേണം. വേദവ്യാസ മഹർഷി നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിൽ തൊട്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇതേമാതിരി ഒരു അപേക്ഷ ഗൃഹസ്ഥന്മാർക്ക് ഉണ്ടാവുന്നുണ്ടോ? എന്തുകൊണ്ടുണ്ടാവുന്നില്ല? എന്തിൻ്റെ കുറവാ നിങ്ങൾക്ക്? എനിക്കൊരു മകൻ വേണം, ആ മകൻ എനിക്ക് തത്വോപദേശം ചെയ്യണം എന്ന് പറഞ്ഞ് യാചിക്കാൻ എന്താണ് വിഷമം? ഈ ലോകത്തിലെ എവിടെയെല്ലാം ആരെല്ലാം ജനിച്ചിട്ടുണ്ടോ, രാമനാകട്ടെ, കൃഷ്ണനാകട്ടെ, മറ്റു മഹാത്മാക്കളാകട്ടെ, എല്ലാവരും മാതൃഗർഭത്തിൽ ജനിച്ച് അമ്മിഞ്ഞ കുടിച്ചു വളർന്നവരാണ്. ഈശ്വരൻ അവതരിക്കുമ്പോഴും ആ അവതരിക്കുന്ന സമയത്ത് ഒരു അമ്മയുടെ ഗർഭത്തിൽ കൂടി മാത്രമേ അവതരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ മഹാത്മാക്കൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ശ്രീകൃഷ്ണൻ അടക്കം ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സ്ത്രീക്കാണ്, ഗർഭരൂപത്തിലാണ് ആ ജനനം ഉണ്ടായത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു മകൻ വേണം എന്ന് പറഞ്ഞു അത്രേ. ശരി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, എനിക്ക് ആത്മജ്ഞാനം ഉപദേശിക്കാനായി ഒരു മകൻ വേണമെന്ന്. നിങ്ങളും കൊണ്ടു നടക്കുന്നുണ്ടല്ലോ ഈ കൂടിക്കഴിയല്, ദാമ്പത്യം. ആ ദാമ്പത്യത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ആലോചനയോ ഇങ്ങനെ ഒരു അപേക്ഷയോ ആവശ്യമോ വന്നിട്ടുണ്ടോ? ഭാഗവതം വേദവ്യാസ മഹർഷി, ശുകദേവൻ, ഞങ്ങളെ പോലെയുള്ളവർ ഭാഗവതത്തിലൂടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തെ സ്വർഗമാക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലുണ്ട്, ഇച്ഛാശക്തി നിങ്ങളുടെ കയ്യിലുണ്ട്. അതിന് വേണ്ട മാതിരിയുള്ള ആത്മാർത്ഥമായിരിക്കുന്ന വിവേകവും വിശേഷ ബുദ്ധിയും അവ രണ്ടിന്റെയും പ്രയോഗവും മാത്രമാണ് ആവശ്യം. നാം എല്ലാവരും വീട് കെട്ടി ജീവിക്കുന്നത് ദുഃഖത്തോടുകൂടിയും കണ്ണീരോടുകൂടിയും വാഴാനല്ല.
നമ്മൾ അസ്ഥിവാരമിട്ട വീടിൽ, നാം കെട്ടിയുണ്ടാക്കിയ വീട്ടിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ സുന്ദരമായി ജീവിക്കണം, സുഖപൂർണമായി ജീവിക്കണം, സന്തോഷത്തോടുകൂടി സാഫല്യസിദ്ധിയോടുകൂടി ജീവിക്കണം. അങ്ങനെ നമ്മുടെ വീടിനെ ഇതേമാതിരി സാഫല്യസിദ്ധി അണിയിക്കുന്ന തരത്തിൽ അണിയിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് സോഫ മേടിച്ചിടണം, കട്ടില് വാങ്ങിയിട്ടിടണം, പുതിയ പരിഷ്കാരങ്ങൾ വേണം, AC വേണം, പോസി വേണം. ഇതൊക്കെയാണ് നമ്മുടെ വിചാരം. നമ്മുടെ മനസ്സിനും എന്തെല്ലാം വേണമോ അതെല്ലാം ഈ ഗൃഹത്തിൽ ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സമീപനം എന്താവണം, ഭർത്താവിന് ഭാര്യയോടുള്ള സമീപനം എന്താവണം, സന്താനം ജനിക്കുന്നതിനെ കുറിച്ച് എന്തായിരിക്കണം മാതാപിതാക്കളുടെ ഉള്ളിലുള്ള അഭിലാഷം എന്നൊക്കെ വളരെ വ്യക്തമാക്കി വേദവ്യാസ മഹർഷി പറഞ്ഞു തരുന്നു. അതേമാതിരി ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി വളർന്നു വന്ന സമയത്ത് അപൂർവമായിരിക്കുന്ന ലക്ഷണമാണ് കണ്ടത്. ആ ലക്ഷണം കണ്ടപ്പോ അച്ഛൻ തന്നെ സമ്മതിച്ച് ഈശ്വരൻ അവതരിച്ചതാണെന്ന് വിചാരിച്ച് നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ച് ആരാധിക്കാൻ കർദമ പ്രജാപതിക്ക് ഒരു വിഷമവും ഉണ്ടായില്ലത്രേ. ഗുണാ സർവത്ര പൂജ്യന്തേ പിതൃവംശോ നിരർത്ഥകഃ. എവിടെ ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളെ കണ്ടുപിടിച്ച് പൂജിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം. ഒരാളിൽ എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ ആ ദോഷത്തെ പെരുപ്പിക്കുന്നതാണ് സാധാരണ ഗൃഹസ്ഥന്മാരുടെ ദുർവൃത്തി, ദുഷ്ടസ്വഭാവം. ആ ദോഷങ്ങളെ അങ്ങോട്ട് മറക്കൂ. ചെറിയ ഗുണമെങ്കിലും ആരിലെങ്കിലും കണ്ടാൽ അതിനെ പെരുപ്പിച്ചു വലുതാക്കി അതിൽ സന്തോഷിക്കാനും അത് പറഞ്ഞു മനസ്സിലാക്കാനുമാണ് നമ്മൾ പുറപ്പെടേണ്ടത്. ആ കുട്ടിയുടെ മുൻപിൽ ഞാൻ അച്ഛനാണല്ലോ എന്നുള്ള മോഹമോ എന്നുള്ള ഭ്രമമോ ഇല്ലാതെ ആ കുട്ടിയെ വേണ്ടതുപോലെ കണ്ട് മനസ്സിലാക്കി ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് ആരാധിക്കാനും പ്രണമിക്കാനും നമസ്കരിക്കാനും സ്വല്പമെങ്കിലും പേടിച്ചില്ല, അത്രേ നാണിച്ചില്ല കർദമ പ്രജാപതി. ആ കുട്ടി വളർന്നതിന് ശേഷം അച്ഛനും അമ്മയുമായിട്ടൊക്കെ കുറെ സംസാരിച്ചതിന് ശേഷം ആ കുട്ടി അച്ഛനോട് പറയുകയാണ്, അച്ഛൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലേ? ഒരു മകനെ അമ്മയ്ക്ക് പ്രദാനം ചെയ്യണമെന്ന് പറഞ്ഞത് നടന്നല്ലോ. ഞാൻ ഇനി അമ്മയുടെ കാര്യം നോക്കിക്കോളാം. അങ്ങിതാ സുഖമായി തപസ്സിനും ആ തപസ്സാഫല്യത്തിനും വേണ്ടി പൊക്കോളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനുഷ്യന്റെ മനസ്സ് ഇതിനും ഇതിലേറെയും പറയാനും പ്രവർത്തിക്കാനും സന്നദ്ധമാണ്, ശക്തമാണ്. അതിനുള്ള കാര്യക്ഷമത അതിനുണ്ട്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന മനസ്സ് നിങ്ങളുടെ അല്ല, അത് അച്ഛൻ തന്നതല്ല, അമ്മ രചിച്ചതല്ല, അത് വെറും ഭൂമി ഉണ്ടാക്കിയതല്ല, പഞ്ചഭൂതങ്ങളുടെ നിർമ്മിതിയല്ല. അത് ജഗതീശ്വരന്റെ തന്നെ പരിലസനമാണ്, ആ ജഗതീശ്വരന്റെ പ്രകടനമാണ്. മനുഷ്യൻ മനസ്സുകൊണ്ട് എന്ത് വിചാരിക്കുന്നുവോ ആ വിചാരിക്കുന്നതാണ് നടക്കുക. സങ്കല്പമാണ് നമുക്ക് ഏറ്റവും വലിയ ശക്തി. അത് ശുദ്ധ സങ്കല്പമാകുന്നതിനാണ് പരിശ്രമിക്കുന്നത്. അതിനാണ് പേര് തപസ്, അതിനാണ് പേര് വ്രതം, അതിനാണ് പേര് ജ്ഞാനനിഷ്ഠ. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിറം കാണാതെ പ്രകാശമറിയാതെ ഒളിഞ്ഞു കളിക്കുന്ന ഈ മനസ്സിനെ ഉണ്ടല്ലോ, അതിനെ തെരഞ്ഞു പിടിച്ച് അതിന് ശുദ്ധിയും പവിത്രതയും നമുക്ക് ആനയിക്കാൻ സാധിക്കണം. അതിനുള്ള വിചാരം അഭിലാഷമാണ്, ആവശ്യമാണ്, വിവേകമാണ്. ഈ കപിലൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടി അച്ഛനോട് സംസാരിച്ച വിവരം കേൾക്കുമ്പോ ഞാൻ കോരിത്തെരിപ്പിൽ മുങ്ങിപ്പോവാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ വൈഭവം അങ്ങേ അറ്റം അങ്ങോട്ട് മറതീർന്ന് അവതരിക്കുന്നു. ഒരച്ഛൻ മകനെ, ആ മകന്റെ യോഗ്യതയും വൈഭവവും കണ്ട് മനസ്സിലാക്കി ഈശ്വരനായി കണ്ട് നമസ്കരിക്കാം. ഇങ്ങനെ ഒരു കുട്ടി നിങ്ങളുടെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഈ പാർലിക്കാട് നൈമിഷാരണ്യത്തെ ചൊല്ലി ഉണ്ടായാൽ എനിക്ക് അങ്ങേയറ്റം കൃതാർത്ഥതയായി സന്തോഷമായി. മനസ്സിലാക്കിക്കോളൂ, നിങ്ങളോട് സംസാരിക്കുന്ന ഈ സ്വാമിജി ഒരമ്മയ്ക്ക് പറ്റ കുട്ടിയാണ്, ജനിച്ച കുട്ടിയാണ്. എന്തെങ്കിലും ഞങ്ങൾ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അമ്മയും അച്ഛനും കൂടുതലായി അമ്മ പ്രദാനം ചെയ്തതാണെന്നാണ് അമ്മയായിട്ട് ഞാൻ നടന്ന സംവാദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ ഈ പറയുന്നത് മുഴുവൻ അക്ഷരം പ്രതി ശരിയാണ്. ഞാൻ പുരാണം പറയുന്നവനല്ല. പുരാണം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. ഏറ്റവും പുരാണമായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ജീവനും അന്തരാത്മാവുമാണ്. ആ ആത്മീയമായിരിക്കുന്ന വൈഭവം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം, എൻ്റെ ഉദ്ദേശം. അപ്പൊ ഈ കുട്ടി അങ്ങനെ അച്ഛനെ പറഞ്ഞയച്ചു. അമ്മയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയോട് സംവാദം തുടങ്ങി. ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ചില മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും വേണം. നമ്മുടെ ശാസ്ത്രമാകട്ടെ അനന്തശാസ്ത്രം ബഹുവേദിതവ്യം
സ്വൽപശ്ച കാലോ ബഹവശ്ച വിഘ്നാഃ യത് സാരഭൂതം തദുപാസിതവ്യം ഹംസൈർയഥാ ക്ഷീരമിവാംബുമിശ്രം. നമ്മുടെ ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ശാസ്ത്രം അസംഖ്യമാണ്. വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഞാനിതിനു മുൻപും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ആശ്രമത്തിൽ തത്വസാരായണം എന്ന് പറഞ്ഞ് 40-60 പുസ്തകങ്ങളിൽ മലയാള അക്ഷരത്തിൽ സംസ്കൃതം എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ഇതേവരെ അത് അച്ചടിച്ചിട്ടുണ്ടെന്ന് തോന്നണില്ല. അത് ഇതേവരെ ഞങ്ങൾക്കും അച്ചടിക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു ഗ്രന്ഥം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആരും വായിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പ്രകാശം കാണാത്ത പല ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. ഈ ഉള്ള ശാസ്ത്രങ്ങൾ തന്നെ എല്ലാവർക്കും വായിക്കാൻ പറ്റുമോ? പറ്റില്ല. ജീവിതകാലം എത്രയുണ്ട്? വളരെ ചുരുക്കം. അതിൽ ആദ്യകാലത്ത് പഠിക്കണം ഭൗതിക വിദ്യാഭ്യാസം, പിന്നീട് വിവാഹം കഴിച്ച് കുഞ്ഞുണ്ടാവണം, വളരണം, ഗൃഹസ്ഥാശ്രമം, അതിനുശേഷം പിന്നെ ഒന്നുമില്ല. അപ്പൊ അവിടെയൊക്കെ എവിടെയാ സമയം? സമയമില്ല. അനന്തശാസ്ത്രം ബഹുവേദിതവ്യം സ്വൽപശ്ച കാലോ ബഹവശ്ച വിഘ്നാഃ. അനവധി തരത്തിലുള്ള വിഘ്നങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ശാസ്ത്രത്തിൽ നിന്ന് കിട്ടുന്നതായ ആ പരമധന്യത നമുക്ക് വേണം. അതിനുള്ള വഴി എന്താ? യത് സാരഭൂതം തദുപാസിതവ്യം. അതിന് സാരാംശമായിട്ടുള്ളത് എന്തോ അത് മനസ്സിലാക്കി അത് ഉപാസിക്കാനും അത് ഗ്രഹിക്കാനും അനുവർത്തിക്കാനും തുടങ്ങുക. അത് ഏതുപോലെ? പാലും വെള്ളവും കൂടി കലർത്തി അരയന്നത്തിന്റെ മുൻപിൽ വെച്ചാൽ ആ വെള്ളത്തെ നീക്കി പാല് മാത്രം ഉറിഞ്ചി കുടിക്കുന്നത് മാതിരി ഗ്രന്ഥത്തിലുള്ളതായ എസൻസ്, താത്വികമായിരിക്കുന്ന വശങ്ങൾ മനസ്സിലാക്കി ബാക്കിയുള്ളതിനൊക്കെ വർജിച്ച് ആ താത്വിക വശം മാത്രം ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പുറപ്പെടുക. ഇതാണ് ആവശ്യം. അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു, ചെറിയ കുട്ടി, കപിലൻ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവട്ടെ, അപ്പോഴേ ഈ സത്രശാലയുടെ ഉദ്ദേശം സഫലമാവുള്ളൂ. ഞാൻ ഒരിക്കലും ആശയറ്റവനല്ല, വളരെയധികം കോൺഫിഡന്റ് ആണ്. ഐ എം എക്സ്ട്രീംലി കോൺഫിഡന്റ്, ആസ് ദ ഗ്രേറ്റ് ഓൾമൈറ്റി ഈസ്. അത്രത്തോളം വിശ്വാസമുണ്ട് എനിക്ക്. അഹിംസാ സത്യമസ്തേയം യാവത് അർത്ഥപരിഗ്രഹഃ ബ്രഹ്മചര്യം തപശ്ശൗചം സ്വാധ്യായ പുരുഷാർച്ചനം. അങ്ങനെ സാരഭൂതമായിരിക്കുന്ന നമ്മുടെ ധർമ്മങ്ങൾ എന്താ എന്ന് കപിലൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അനവധി കാര്യങ്ങൾ ഗ്രഹിക്കാനുണ്ടാവാം, സമയവും വളരെ കുറവാണ്, ശാസ്ത്രങ്ങൾ അനവധിയുണ്ട്, പല വിധത്തിലുള്ള വിഗ്രഹങ്ങളുണ്ട്. അതൊക്കെ ആയാലും അമ്മയെ ചുരുങ്ങിയത് ഇതാണ്, മനസ്സിലാക്കിക്കൊള്ളൂ. അഹിംസാ സത്യമസ്തേയം. അഹിംസ, ഒരു തരത്തിലും മറ്റൊരാളെ നാം ഉപദ്രവിക്കരുത്. ഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലല് മാത്രമല്ല, പരോപദ്രവപരമായി ഒന്നും ചെയ്യരുത്. ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്. അതോ അവൻ നേരെയാവില്ല. ഈ പറഞ്ഞ വാക്കുകൊണ്ട് അവൻ നേരെയാവാതെയാവോ? പറഞ്ഞവൻ നേരെയാവാതെയാവോ? എന്താ മിണ്ടാത്തെ? രാമ 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 കൃഷ്ണ 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 എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ ഗുണം രാമനും കൃഷ്ണനും അതോ നമുക്കോ? എന്താ മിണ്ടാത്തെ? അപ്പൊ അവൻ നേരെയാവരുത് എന്ന് പറഞ്ഞാൽ ഈ നേരെയാവാതെ ഇരിക്കാൻ പോണത് ആരാ? അവനോ നമ്മളോ? മനസ്സിലാക്കിക്കോളൂ. ഒരൊറ്റ ആളെയും നാം ഉപദ്രവിക്കരുത്. ഭഗവാന്റെ പേര് പറഞ്ഞാൽ നന്മ നമുക്കുണ്ടാകുമെങ്കിൽ അന്യന്റെ ദൂഷ്യങ്ങളോ അന്യനോട് കോപിക്കുകയോ ചെയ്താൽ അതിന്റെ തകരാറ് നമുക്കാണ് വരിക. അപ്പൊ പരോപദ്രവം ഒരിക്കലും പാടില്ല. സത്യം ഉള്ളത് ഉള്ള പോലെ ഉണർത്തിക്കുക. അതിൽ കലർപ്പ് പാടില്ല, അതിൽ തകരാറ് പാടില്ല. ഉണ്ടോ? ഉണ്ടു. അതിന് രണ്ടർത്ഥം. ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് രണ്ടു ഉത്തരം ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ പേരെന്ന് ചോദിച്ചാൽ തപ്പി നടക്കേണ്ട ആവശ്യമുണ്ടോ? സത്യം തന്നെയാണ്. ഈ ലോകത്തിൽ സത്യമില്ല എന്ന് ചിലർ പറയും. എനിക്ക് പറയുമ്പോ ദേഷ്യപ്പെടുക വേണ്ടത് അതോ കരയുക വേണ്ടതെന്ന് അറിയില്ല. സത്യമില്ലാതെ ഈ ലോകത്തിൽ എന്താ നടക്കണേന്നാ ഞാൻ ചോദിക്കുന്നത്. വെളുപ്പാൻ കാലത്ത് സൂര്യൻ ഉദിക്കണില്ലേ? കുറെ കാലമായി ഉദിക്കണം, ഒന്ന് ഞാൻ കിടന്നുറങ്ങട്ടെ എന്ന് സൂര്യൻ പറയുന്നില്ലല്ലോ. തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് അല്ലെങ്കിൽ കണ്ണൂരിലേക്ക് പോകുന്ന ബസ്സിൽ കണ്ണൂര് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബസ്സിൽ കയറിയാൽ അത് കണ്ണൂരിലേക്ക് പോവോ അതോ തിരുവനന്തപുരത്തേക്ക് പോവോ? 100 രൂപയുടെ നോട്ട് നിങ്ങൾ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി 55 രൂപയ്ക്ക് ടിക്കറ്റ് മേടിച്ചു. ആ നോട്ട് കയ്യിൽ കിട്ടി നിങ്ങൾക്ക് 45 മടക്കി തരുമോ ഇല്ലേ? എന്താ മിണ്ടാത്തെ? അതിനർത്ഥം എന്താ? ഈ ലോകം നടക്കുന്നത് സത്യത്തിൽ മാത്രമാണ്. സത്യമില്ലാഞ്ഞാൽ ലോകത്തിൽ ഒന്നും നടക്കില്ല. ഏതെങ്കിലും ഒരു അച്ഛൻ താൻ വളർത്തുന്ന കുട്ടികൾ അവർ തമ്മിൽ ഈ കുട്ടി എൻ്റെ അല്ല എന്ന് അച്ഛനമ്മമാർ സാധാരണ പറയാറുണ്ടോ? മക്കള് പറയാറുണ്ടോ ഇത് എൻ്റെ അച്ഛനല്ല അമ്മയല്ല എന്ന്? ഈ ലോകം മുഴുവനും നടക്കുന്നത് സത്യത്തിലാണ്. എവിടെയാണ് ഈ കുഴപ്പം? ഈ മൊരോടൻ മനസ്സിലാണ് ഈ കുഴപ്പം മുഴുവൻ. അഹിംസാ സത്യമസ്തേയം.
മറ്റൊരുത്തന്റെ മുതൽ നാം ഒരിക്കലും അപഹരിച്ചു പോകരുത്. അറിഞ്ഞോ അറിയാതെയോ മറ്റു മുതലെടുക്കരുത്. നിങ്ങളുടെ മുതൽ വേറൊരാൾ അപഹരിച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അപ്പൊ ബാക്കി ഒരാളുടെ മുതലും നിങ്ങൾ അപഹരിക്കരുത്. ഈ കുട്ടികൾക്ക് അല്പസ്വല്പം മോഷണമൊക്കെ കണ്ടു എന്ന് വരാം. അത് കണ്ടു കഴിഞ്ഞാൽ അച്ഛനമ്മമാര് എന്റെ മോൻ മെടുക്കനാ, അവൻ വല്ലോരുടെ പെൻ തട്ടിക്കൊണ്ടുവന്നിരിക്കണു എന്ന് പറഞ്ഞ് ചിരിക്കല്ല വേണ്ടത്. ഇത് എവിടുന്നുണ്ടായി മോനെ നിനക്ക് ഈ പെൻ? എവിടുന്നാ കിട്ടിയത്? ഞാൻ തന്നിട്ടില്ലല്ലോ. ഇത് ആരുടെ കയ്യുന്നാന്ന് ചോദിച്ച് മനസ്സിലാക്കി മടക്കി കൊണ്ടു കൊടുക്കാൻ പഠിപ്പിക്കണം. അഹിംസാ സത്യമസ്തേയം യാവത് അർത്ഥപരിഗ്രഹ. നമുക്ക് പണം വേണം, ധനം വേണം, വേണ്ട എന്ന് പറയുന്നില്ല. അത് ആവശ്യത്തോളം മിതമേ പാടുള്ളൂ. മിതമായിട്ടുള്ള അർത്ഥസഞ്ചയനം നമുക്ക് ആവാൻ വിരോധമില്ല. ബ്രഹ്മചര്യം. നമ്മുടെ ഉള്ളിൽ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. ഇവയ്ക്ക് രണ്ടിനും സാക്ഷിയായിരിക്കുന്ന ഒരു പരമാത്മാ, ഒരു പരബ്രഹ്മമുണ്ട്. ആ പരബ്രഹ്മ തലത്തിലെത്തി അവിടുന്ന് സുഖമനുഭവിക്കാനുള്ളതായ പ്രയാണങ്ങളും തപസ്സും നമുക്ക് വേണം. അതിനാണ് പേര് തപസ് എന്ന്. നിങ്ങൾ എല്ലാവരും ഈ സത്രശാലയിൽ വന്ന് ഇരിക്കുന്നുണ്ടല്ലോ. ആ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഒരു തപസ് നടത്തുന്നതാണ് നമ്മുടെ ഉദ്ദേശം. ആ തപസ് കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് ഈ ബാഹ്യം ആഡംബരപൂർണമായിരിക്കുന്ന ലോകത്തോടുള്ള ആകർഷണം കുറച്ചെങ്കിലും കുറഞ്ഞ് എല്ലാം അനുഭവിക്കുന്നതും സുഖമുണ്ടാക്കി തരുന്നതുമായ എൻ്റെ മനസ്സ്, മറ്റൊരാൾക്കും സ്പർശിക്കാൻ പറ്റാത്തതായ മനസ്സ്, നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ പ്രകൃതിയും ഈശ്വരനും ഒളിച്ചു വെച്ചിരിക്കുന്ന മനസ്സ്, ആ മനസ്സിന്റെ തലത്തിൽ കുറച്ചൊന്ന് പ്രവേശിച്ച് അതിനെ പവിത്രമാക്കി തീർത്ത് അന്തരാത്മീയമായിരിക്കുന്ന ഒരു സുഖം അനുഭവിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തപസ്സാണ് ഇത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇരിക്കുന്ന തപസ്, ശ്രവണ തപസ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവക്താവിന് ചേർന്ന പ്രവചന തപസ്. ഒരു തപസ്സായിട്ട് വേണം ഇതിനെ നിങ്ങൾ കാണാൻ. ആ തപസ് വളരെ അത്യാവശ്യമാണ്. അതിന്റെ പരമാവധിയാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മാത്രമല്ല, മനസ്സിൽ മാത്രമല്ല, പരബ്രഹ്മം എന്നൊന്നുണ്ട്. ആ ബ്രാഹ്മ്യമായിരിക്കുന്ന സുഖം എനിക്ക് അനുഭവിക്കണം. പ്രാപഞ്ചികമായി നശ്വര വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന ക്ഷണിക സുഖങ്ങളല്ല, നേരെ മറിച്ച് ആത്മീയമായിരിക്കുന്ന നൈരന്തര്യമുള്ള ശാശ്വത സുഖമാണ് എന്ന് വിചാരിച്ച് ആത്മാ, പരമാത്മാ, പരബ്രഹ്മം, പരമപുരുഷൻ ഇങ്ങനെയുള്ള വാക്കുകളും സങ്കല്പങ്ങളുമായി സജ്ജനങ്ങളോട് പ്രതിപത്തിയോട് കൂടി ജീവിക്കുക. അതാണ് ആവശ്യം. ആ ബ്രഹ്മചര്യം, തപഃ, ശൗചം, സ്വാധ്യായ, പുരുഷാർച്ചനം. എന്തെങ്കിലും ഒരു ശാസ്ത്രം എടുത്ത് വായിക്കുക. ഭഗവത്ഗീതയാകട്ടെ, രാമായണമാകട്ടെ, മഹാഭാരതമാകട്ടെ, അല്ല ആത്മീയമായ മറ്റ് ശാസ്ത്രങ്ങളാകട്ടെ, ഉപനിഷത്തുകൾ, എന്തെങ്കിലും ഒന്ന് നിങ്ങൾ വായിക്കാൻ പഠിക്കണം. അങ്ങനെ വായിക്കുക മാത്രമല്ല, പഠിക്കണം. ഈ ഭാഗവത സത്രം നിങ്ങൾ കുറെ കൊല്ലങ്ങളായി 3 കൊല്ലങ്ങളായി കേൾക്കുന്നവർ ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഭാഗവത ശ്ലോകങ്ങൾ നിങ്ങൾ പഠിച്ചുവോ? പ്രവക്താക്കൾ അവതരിപ്പിക്കുന്നതായ പല ശ്ലോകങ്ങളും ഏതെങ്കിലും 1, 2, 10 നിങ്ങൾ പഠിച്ചുവോ? പഠിച്ചിട്ടില്ലെങ്കിൽ മോശമാണ്, തീരെ മോശ. ഞാൻ കരയണില്ലാതെ മാത്രം. എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. എത്ര മധുരമധുരമായിട്ടുള്ള ശ്ലോകങ്ങളുണ്ട് ഇതില്. ആ ശ്ലോകത്തിൽ ഒരെണ്ണം മതി ഒരു മനുഷ്യനെ ആനന്ദ നിർഭരിതനാകാൻ വേണ്ടി. ഒരൊറ്റ എണ്ണം മതി. അങ്ങനെ സ്വാധ്യായം ചെയ്ത് പുരുഷാർച്ചനം, ഭഗവാനെ പൂജിക്കും കൂടി ചെയ്യുക, ഈശ്വരനെ അർച്ചിക്കുക. ഇതാണ് മനസ്സിലാക്കാനുള്ള കാര്യം. അവര് പറയുന്നു, കപിലൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ലോകത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടത് സത്സംഗമാണ്. ആ സത്സംഗത്തിനെ പറ്റി പറയുന്നത് പ്രസംഗമജരം പാശം ആത്മനഃ കവയോ വിദുഹു സയേവ സാധുഷു കൃതോ മോക്ഷദ്വാരമപാവൃതം. പ്രസംഗമജരം പാശം ആത്മനഃ കവയോ വിദുഹു സയേവ സാധുഷു കൃതോ മോക്ഷദ്വാരമപാവൃതം. സാധാരണ നമുക്ക് ആശാപാശം, സംഘം, ആസക്തി എന്നൊക്കെ പറയും. ഇത് വളരെയധികം തൊന്തരവ് പിടിച്ചതാണ്. അച്ഛനമ്മമാർക്ക് മക്കളോട് പോലും ആശാപാശം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആപത്കരമാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ ആയാലും കപിലൻ പറഞ്ഞു മനസ്സിലാക്കണു, ഭാഗവത മഹർഷി പറഞ്ഞു മനസ്സിലാക്കണു, ഈ സംഘം, ഈ ആശാപാശം സജ്ജനങ്ങളിൽ, ജ്ഞാനികളിൽ, ഭക്തോത്തമന്മാരിലാണ് നാം പ്രയോഗിക്കുന്നത്, വിനിയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മോക്ഷദ്വാരം അപാവൃതം, അത് മോക്ഷത്തിന്റെ കവാടം തുറന്നു തരുന്നു. സജ്ജനങ്ങളോട് നമുക്ക് സംഘമില്ല, വീട്ടുകാരോട് അമിതമായിരിക്കുന്ന സംഘമുണ്ട്. ഇതാണ് നമുക്കുള്ള കുഴപ്പം. ഭഗവാനോടാണ് നിങ്ങൾക്ക് സംഘം തോന്നണത് എന്നുണ്ടെങ്കിലോ വളരെ വിശേഷപ്പെട്ടതാണത്, ഏറ്റവും വിശേഷപ്പെട്ടതാ. ആ ഭഗവാനോട് സംഘം തോന്നുന്നത് വളരെ അപൂർവമാണ്. പലർക്കും ഭഗവാനെ പേടിയുണ്ടാവാം.
ഭഗവാനെ ആദരിക്കുന്നുണ്ടാവും. ഭഗവാനോട് സ്നേഹമസൃണമായിരിക്കുന്ന ഒരു സമീപനം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട്? നമ്മൾ കുട്ടികളെ സ്നേഹിക്കും, വീട്ടുവസ്തുക്കളെ നമ്മൾ സ്നേഹിക്കും, ചങ്ങാതിമാരോട് സ്നേഹമുണ്ട്. അതേമാതിരിയുള്ള ഒരു സ്നേഹ സാമീപ്യം ജഗദീശ്വരനോട് നമ്മുടെ മനസ്സിൽ തോന്നുന്നില്ല. എന്നാൽ വേണ്ടത് അതാണ്. അതിന് ശരിക്ക് പറയാണ് സയേവ സാധുഷു കൃതോ. സജ്ജനങ്ങളോട് നാം അത് പറയുകയാണെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ടതാണത്. അതാണ് ആവശ്യം. ഈ സത്സംഗത്തിനെ പറ്റി ഭാഗവതം എപ്പോഴും വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. ഭാഗവതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം എംഫസൈസ് ചെയ്യുന്നുണ്ട്, ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സത്സംഗമാണ്. സത്സംഗത്തിൽ നിന്ന് നമുക്ക് എല്ലാം ഉണ്ടായിത്തീരും. പ്രഹ്ലാദനാണത് ഏറ്റവും വിശേഷപ്പെട്ട അച്ഛനമ്മമാരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പ്രഹ്ലാദൻ പറയുകയാണ്, നിനക്ക് എങ്ങനെയാണ് ഈ വിഷ്ണുഭക്തി ഉണ്ടായത്? ഇത് ആര് പഠിപ്പിച്ചു തന്നു എന്ന് പറയുമ്പോൾ പറയാണ്, മതിർന കൃഷ്ണേ പരതസ്വതോവ മിഥോഭിപദ്യേത ഗൃഹവ്രതാനാം അദാം തഗോഭിഃ വ്രജതാം തമിശ്രം പുനഃ പുനശ്ചർവിത ചർവണാനാം. എന്റെ പൊന്നച്ഛ, അച്ഛന് മകനായി ജനിച്ചതിന്റെ പേരിൽ എനിക്ക് ഭക്തി വന്നിട്ടില്ല. ശ്രീഹരിയെ സംബന്ധിച്ച് ഒരു ചിന്തയോ ഒരു ആശ്രയബുദ്ധിയോ എനിക്ക് വന്നിട്ടില്ല. സാധാരണ ഗൃഹസ്ഥന്മാരെല്ലാം അടങ്ങാത്ത ഇന്ദ്രിയങ്ങളോട് കൂടിയവരാ. മനസ്സിലാവുന്നുണ്ടോ? തിന്നു തിന്നു പിന്നെ ഓണം വന്നു, കാണം വിറ്റ് ഓണം ഉണ്ണണം. എത്ര കാലമായി ഓണം ഉണ്ണാൻ തുടങ്ങിയിട്ട്? അത് മതിയെന്ന് തോന്നണില്ല. തിന്നുക കുടിക്കുക കുടിക്കുക. ഇതന്നെ അവരുടെ വിചാരം. അദാന്തഗോഭിഹി, അടങ്ങാത്ത ഇന്ദ്രിയങ്ങളോട് കൂടിയവർ. വ്രജതാം തമിശ്രം, അജ്ഞാനത്തെയാണ് അവർ ആശ്രയിക്കുന്നത്. പുനഃ പുനശ്ചർവിത ചർവണാനാം, ഈ ചവച്ചതിനെ തന്നെ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥിതി മാറി എന്തെങ്കിലും ഒരു മെച്ചം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? പ്രഹ്ലാദൻ പറയാണ്, നൈഷാം മതിസ്താവതുരുക്രമാംഘ്രിൻ സ്പൃശത്യനർത്ഥാപഗമോ യദർത്ഥഃ മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം ന വൃണീതയാവത്. എനിക്ക് എന്തുമാത്രം ഇഷ്ടപ്പെട്ട ശ്ലോകാന്നറിയോ? പറഞ്ഞത് 7 വയസ്സായ കുട്ടി, എഴുതി വെച്ചത് മുതുമുതുക്കൻ മഹർഷി. അത് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അത് വെറും പ്രഹ്ലാദനോ ഒരു വേദവ്യാസനോ അല്ല. എനിക്ക് തോന്നുന്നത് അമാവാസി ദിവസം 1000 ചന്ദ്രന്മാർ കൂട്ടായി ആകാശത്തിൽ ഉദിച്ചാൽ എന്തുമാത്രം രമണീയമായിരിക്കുമോ, ആഹ്ലാദോന്മത്തത ഉണ്ടാക്കുമോ, അതേമാതിരി ഒരു ആഹ്ലാദം, ഒരു രോമാഞ്ചം എനിക്കിത് വായിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഗൃഹസ്ഥന്മാരുടെ ഈ ബുദ്ധി ഉണ്ടല്ലോ, ഈ ചവച്ചത് തന്നെ ചവച്ച് അജ്ഞാനത്തെ ആശ്രയിച്ച് അവിടെ നിന്ന് ഉയരാനുള്ള ഒരു പരിശ്രമവും ചെയ്യാതെ ഇങ്ങനെ ദുർബലരായി കാമലംബടന്മാരായി കഴിയുന്ന ഗൃഹസ്ഥന്മാരുണ്ടല്ലോ. ഈ സമ്പ്രദായം ഒന്ന് മാറി അവർ നന്നാവണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. മഹീയസാം പാദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം ന വൃണീതയാവത്. ഒന്നും തന്നെയല്ല, ഈ ദേഹമടക്കം പ്രകൃതിയുടെയാണ്, അത് സൃഷ്ടിച്ച ഈശ്വരന്റെയാണ്. ഈ ലോകത്തിന്റെ ഉടമസ്ഥൻ ആരോ? ആ ആള് തന്നെയാണ് എൻ്റെ ദേഹത്തിന്റെയും ഉടമസ്ഥൻ. ലോകത്തിൽ പഞ്ചഭൂതങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വ്യാപിച്ചിരിക്കുന്നു. എൻ്റെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങൾ സമ്മിശ്രിത രൂപത്തിൽ ഇരിക്കുന്നുണ്ട്. ഈ പാഞ്ചഭൗതികമായ ശരീരത്തിന്റെ കർത്തൃത്വമോ അതിന്റെ നിയാമകത്വമോ എനിക്കില്ല. അത് ജഗദീശ്വരനാണ്, പ്രകൃതിക്കാണ്. ഈ ശരീരം കൊണ്ടാണല്ലോ ഞാൻ എന്തും ചെയ്യുന്നത്, നേടുന്നത്, സമ്പാദിക്കുന്നത്, കയ്യിൽ വെക്കുന്നത്. ഈ സാധനങ്ങളൊന്നും എൻ്റെ അല്ലേ, എൻ്റെ അല്ലേ, എൻ്റെ അല്ലേ. സാധാരണ മനുഷ്യർ പാടുന്നത് എന്താ? കാന്തായി മേമേ തനയായി മേമേ ഗൃഹായി മേമേ പശവസ്ത്വി മേമേ ഏവം നരോ മേഷ സമാനരൂപഃ കാലമൃഗേണ നീതഃ. ഈ വീട്ടിലുള്ളവരൊക്കെ ഞങ്ങളുടെ മേ മേ എന്നുള്ളത് സംസ്കൃതത്തിൽ അർത്ഥം എൻ്റെ എൻ്റെ എന്നാ. കാന്തായി മേമേ തനയായി മേമേ, ഈ മക്കളും എന്റെയാണ്. ഗൃഹായി മേമേ, വീടും എന്റെയാണ്. പശവസ്ത്വി മേമേ, ആന കുതിര ഒട്ടകം പശു ഇതൊക്കെ എന്റെയാണ്. ഏവം നരോ, ഇങ്ങനെ മനുഷ്യൻ. മേഷസമാനരൂപ, മേ മേ, ഇതാരാ പറയാ? ആട് ആട്. ഈ ആടിനെ പോലെ മേ മേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മേമേ കൃത കാലമൃഗേണ നീതഃ. കാലം എന്ന് പറയുന്ന ചെന്നായ വന്നിട്ട് ഈ കൊണ്ടുപോയി മേ മേ എന്ന് പറഞ്ഞുകൊണ്ട് നീ അവിടെ ഇരുന്നോ, ഞാൻ എൻ്റെ നാട്ടിൽ കൊണ്ടുപോകാന്ന്. ഇതാണ് മനുഷ്യരുടെ സ്വഭാവം. ആ ഒരു സമ്പ്രദായമൊക്കെ വിട്ട് നിഷ്കിഞ്ചനായിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ഈ നിഷ്കിഞ്ചനൻ, ഞാൻ ചിലപ്പോ ലേഖനങ്ങൾ എഴുതുമ്പോൾ നിഷ്കിഞ്ചനൻ അകിഞ്ചനൻ എന്നാണ് എഴുതുക.
ഒരു സാധനവും എൻ്റെ അല്ല. ഈ ലോകം നമ്മുടെ അല്ലെങ്കിൽ ഭൂമി നമ്മുടെയാണോ? എന്താ മിണ്ടാത്തെ? ഭൂമി നമ്മുടെ അല്ലെങ്കിൽ ഭൂപ്രജയായിരിക്കുന്ന എൻ്റെ ശരീരം എൻ്റെ ആണോ? അപ്പൊ ഈ ലോകത്തിൽ എന്താ നമ്മുടെ ഉള്ളത്? നാം ശ്വസിക്കുന്നതായ ജീവവായു നമ്മുടെയാണോ? കുടിക്കുന്ന വെള്ളം നമ്മുടെയാണോ? ഈ ഭൂമി നമ്മുടെയാണോ? ഒന്നും നമ്മുടെ അല്ല. പക്ഷെ നമ്മൾ ഒരുക്കുകൂട്ടി ശേഖരിച്ചു വെച്ചിരിക്കണതൊക്കെ നമ്മുടെയാ. ഇത് എന്തുമാത്രം അബദ്ധമാണ്, തെറ്റാണ്, പാപമാണ് ഈ പറയുന്നത്. അപ്പൊ നിഷ്കിഞ്ചനന്മാരായി മഹീയസാം പാദരജോഭിഷേകം, അവരെ ചെന്ന് നമസ്കരിച്ച് അവരുടെ പാദപ്പൊടികളിൽ പൂമ്പൊടികളിൽ നമ്മുടെ തലയുടെ അഭിഷിക്തമാവണത്രേ. പാദരജോഭിഷേകം. നമ്മൾക്ക് ഈ കണ്ണി കണ്ട ക്രീമൊക്കെ പരപ്പിലുണ്ടല്ലോ, അതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. സജ്ജനങ്ങളെ പോയി നമസ്കരിച്ച് അവരുടെ പാദരേണുക്കൾ നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായി മൂടി അഭിഷേകം ചെയ്തു എന്ന് വരികിൽ മാത്രമേ ഈ ഗൃഹസ്ഥന്മാരുടെ ഈ തലയിലെടുത്ത് ഈ മൊരടത്തം മാറാൻ പോകുന്നുള്ളൂ. അല്ലാതെ വേറെ ഒരു വഴിയില്ലാന്ന്. അത്ര വിശേഷപ്പെട്ട ഭാഷയാണ് പ്രഹ്ലാദൻ, 7 വയസ്സുള്ള പ്രഹ്ലാദൻ അച്ഛനെ നോക്കി പറയുന്നത്. അവിടെ രംഗം വേറെ ഒന്നായിരുന്നു. കോപിഷ്ഠനായി ഞാൻ വെറുക്കുന്നതായ മഹാവിഷ്ണുവിനെ, ശ്രീഹരിയെ, എനിക്ക് ജനിച്ചിട്ടുള്ള പുത്രൻ സ്നേഹിക്കുന്നുണ്ടല്ലോ, ബഹുമാനിക്കുന്നുണ്ടല്ലോ, ഇവനെ കൊന്നുകളയണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന അച്ഛനെ നോക്കി പറഞ്ഞതാ. ഇവിടെ അങ്ങനെയല്ല. പെറ്റമ്മ പറയാണ്, പൊന്നുമോനെ, എനിക്ക് മോക്ഷമുണ്ടാവത്തക്ക വിധത്തിൽ നിന്റെ അച്ഛൻ ഒരു തപോധനനാണ്. അദ്ദേഹത്തിന്റെ ധർമ്മപത്നി എന്നുള്ള നിലയ്ക്ക് ആ തപോധനനെ താരതമ്യപ്പെടുത്താവുന്നതായ ഒരു വൈഭവം എനിക്ക് വേണ്ടേ? എന്തോ കാരണത്താൽ ഞാൻ അജ്ഞാനഗ്രസ്തയായി തീർന്നു. കുട്ടികളും കുറെ ജനിച്ചു, അച്ഛനിതാ പോയി കഴിഞ്ഞു. നീയെങ്കിലും എനിക്ക് ഉപദേശിച്ച് അച്ഛൻ ഏത് പദവി അടയുന്നുണ്ടോ അതേ പദവിയിൽ സമാനമായിരിക്കുന്ന ഒരു ശ്ലാഘ്യമായിരിക്കുന്ന ഒരു നേട്ടം എനിക്കും വേണം എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നു ഇങ്ങനെ വിശേഷപ്പെട്ടത്. ഈ സജ്ജനങ്ങൾ ആരാ? അവരെങ്ങനത്തെവരാ? തിദിക്ഷവഃ കാരുണികാഃ സുഹൃദഃ സർവദേഹിനാം അജാതശത്രവഃ ശാന്താഃ സാധവഃ സാധുഭൂഷണാഃ. ഞാൻ ഇതൊക്കെ പറയണോ? അങ്ങനെയാ? അതത് എനിക്കിഷ്ടമുള്ളത് മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? തിദിക്ഷവഃ കാരുണികാഃ സുഹൃദഃ സർവദേഹിനാം അജാതശത്രവഃ ശാന്താഃ സാധവഃ സാധുഭൂഷണാഃ. ഈ സജ്ജനങ്ങൾക്ക് ധാരാളം ഭൂഷണങ്ങളുണ്ട്, അലങ്കാരങ്ങളുണ്ട്. അതേതാ? പേരിനിപ്പോ ഞങ്ങളൊക്കെ ഒരു രുദ്രാക്ഷമാല ഇടുന്നുണ്ട്. അത് രുദ്രാക്ഷാട്ടോ, ഒരു മരത്തിന്റെ കായ. നിങ്ങൾ ആരെങ്കിലും ഇത് ഇടുവോ? അത് സ്വർണം കൊണ്ടുണ്ടാക്കിയൊരു കായാണെങ്കിൽ നടക്കുന്നില്ല. അവർക്ക് ഒരു ഭൂഷണവും ഇല്ല. പക്ഷെ അവർക്ക് എന്താണ് ഭൂഷണം? സാധുഭൂഷണാഹ. അവരുടെ അലങ്കാരങ്ങൾ മുഴുവനും അവരുടെ ഉൾ വ്യക്തിത്വത്തിനുള്ളതാണ്. മനസ്സിനെ അലങ്കരിക്കുന്നതായ ഗുണങ്ങളും മഹിമകളും മൂല്യങ്ങളും നേട്ടങ്ങളും സമ്പന്നതകളും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവരണിഞ്ഞിരിക്കും. അത് ഓരോന്ന് പറയാൻ. തിദിക്ഷവഃ, സഹനശക്തിയുള്ളവരാണ്. കാരുണികാഃ, എല്ലാവരോടും കാരുണ്യമുണ്ട്. ഞാൻ എപ്പോഴും പറയാൻ, വാൽമീകി മഹർഷി ഭാര്യയെയും കുട്ടികളെയും ഒക്കെ ഉപേക്ഷിച്ച് ദീർഘകാലം തപസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ശ്രീരാമന്റെ ധർമ്മപത്നി പൂർണ്ണ ഗർഭിണിയായി അവിടെ വന്നു ചേർന്നത്. പാവം അദ്ദേഹം അതൊക്കെ കെട്ടുകെട്ടി ആ സീതയെയും കുട്ടികളെയും പരിരക്ഷിച്ചു പോന്നു. കാരുണ്യമല്ലെങ്കിൽ പിന്നെ എന്താ? ഉടമസ്ഥനില്ലാത്ത കുട്ടിയായിരുന്നു ശകുന്തള. ആ ശകുന്തളയെ പരിരക്ഷിച്ച കണ്വ മഹർഷിയോ അവർക്ക് കാരുണ്യം മാത്രമേ ഉള്ളൂ. അഹേതുകദയാ സിന്ധു ബന്ധുരാനമതാം സദാ ശ്രോത്രിയോ അവൃജിനോ അകാമഹതോ യോ ബ്രഹ്മവിത്തമഃ ബ്രഹ്മണ്യുപരതഃ ശാന്തഃ നിരിന്ധനൈവാനലഃ അഹേതുകദയാ സിന്ധു ബന്ധുരാനമതാം സദാ. സജ്ജനങ്ങളെ പറ്റി വിവരിക്കുകയാണ് ശങ്കരാചാര്യ വിവേക ചൂടാമണിയിൽ പറയുകയാണ്. ധാരാളം വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മജ്ഞാനം മാത്രമല്ല, ബ്രഹ്മസ്ഥിതിയുടെ പാരമ്യത അതും എത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയാലും അഹേതുകദയാ സിന്ധു, കാരണമറിയാത്ത ദയാസമുദ്രമാണ്, എവിടെ വേണമെങ്കിൽ പ്രവഹിക്കും. ബന്ധുരാനമതാം സദാം, തന്നെ വന്ന് നമസ്കരിക്കുന്ന നല്ല മനുഷ്യരാരുണ്ടോ അവർക്ക് ബന്ധുവായിട്ട് എന്തു വേണമെങ്കിലും ചെയ്യുമത്രേ. അപ്പൊ ആ കാരുണ്യം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. സ്നേഹമാകട്ടെ, കാരുണ്യമാകട്ടെ, ത്യാഗമാകട്ടെ, 3 പ്രധാനപ്പെട്ട ഗുണമഹിമകളാണ്. അത് ഏത് തപോധനനെയും വിട്ടുപിരിയില്ല. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ആവർത്തിച്ച് പറയുന്നതാണ് സർവഭൂതഹിതേ രതാഹ.
നിങ്ങളൊന്ന് പറയോ ഈ വാക്ക്? സർവഭൂതഹിതേ രതാ എന്ന് പറയൂ. എല്ലാ ഭൂതങ്ങളുടെ ഹിതത്തിലും സദാ തത്പരരായിരിക്കുന്നവർ, എപ്പോഴും അതിന് താല്പര്യമുണ്ട്. അതുമാത്രം മനസ്സിൽ നിന്ന് തപോധനന്മാരുടെ പോവില്ല. അവര് വൈരാഗികളാണ്, അവര് ജ്ഞാനമൂർത്തികളാണ്. ഇഹലോകത്തിലും പരലോകത്തിലും ഒന്നും അവർക്ക് വേണ്ട. അങ്ങനെയൊക്കെ ആണെങ്കിലും ദയവ് എന്ന് പറയുന്നത് അവര് വിട്ടുപിരിയില്ല. ലജ്ജ കുലവധൂമിവ, കുലസ്ത്രീകളെ ലജ്ജ വിട്ടുപിരിയാത്തതുപോലെ ദയവ് അവരുടെ മനസ്സിൽ നിന്ന്, അനുകമ്പ, ദാക്ഷിണ്യം ഒരിക്കലും വിട്ടുപിരിയില്ലത്രേ. അപ്പൊ സുഹൃത സർവദേഹിനാം, എല്ലാ ദേഹികളുടെയും സുഹൃത്താണ് അവര്. സൗഹൃദ മനോഭാവം. അജാതശത്രവശാന്താഹ, ഒരാളെ കുറിച്ചും ശത്രുതാ മനോഭാവം അവരുടെ മനസ്സിൽ ഉണ്ടാവില്ല. ശാന്താഹ ശമഗുണാൻവിതാഹ, ആഗ്രഹം അവരുടെ മനസ്സിനെ തീണ്ടില്ല. അങ്ങനെയുള്ള സാധവഹ, സാധുജനങ്ങൾ, സാധുഭൂഷണാഹ, അവർക്കാണ് നല്ല അലങ്കാരങ്ങൾ ഉള്ളവർ. ആ അലങ്കാരം പുറത്ത് ശരീരത്തിൽ കാണാനുള്ള ദൃശ്യാലങ്കാരമല്ല, നേരെ മറിച്ച് അപ്രത്യക്ഷമായ മനസ്സിനെ പ്രേരിപ്പിക്കുന്നതും പ്രശോഭിപ്പിക്കുന്നതും അതിസുന്ദരമാക്കി തീർക്കുന്നതുമായ ഗുണമൂല്യ മഹിമ സമ്പന്നതകളാണത് മുഴുവനും. മത്കൃതേ ത്യക്തകർമാണഃ ത്യക്തസ്വജനബാന്ധവാഃ, മദർത്ഥേ ത്യക്തകർമാണഃ, ഈശ്വരന് വേണ്ടി ബാക്കിയുള്ള കർമ്മങ്ങളെ എല്ലാറ്റിനെയും അവർ ഉപേക്ഷിക്കും അത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? മക്കൾക്ക് ആരെങ്കിലും വേണ്ടേ? അവർക്ക് കെട്ടിക്കൊടുക്കാൻ. 10 കോടി ഉറുപ്പിയുണ്ട്, ഒരു മകനെ ഉള്ളൂ വെച്ചാൽ ഒരു മകനെ എഴുതി വെക്കാൻ ഇവർക്ക് ഒരു നാണമില്ല ഈ ഗൃഹസ്ഥന്മാർ. ചേട്ടന്റെ അനിയന്റെയോ 2 കുട്ടികളുണ്ട്, അവർക്ക് സ്വത്ത് പ്രാപ്തി പോവാം. ഈ 10 കോടി 2 കോടി അവർക്ക് എഴുതി വെച്ചോളാം. എഴുതി വെക്കില്ല. ആ 10 കോടി അപ്പടിയോടെ എഴുതി വെക്കും അവനവന്റെ മകൻ. ഇതാണ് അവരുടെ സമ്പ്രദായം. എല്ലാം തനിക്കും തന്നെ കുട്ടികൾക്കും, തങ്ങളും പെങ്ങളും സഹസ്രഭോജനം. ഇതാണ് അവരുടെ വ്രതം. എന്നാൽ ഇവരങ്ങനെയല്ല. മദർത്ഥേ ത്യക്തകർമാണഃ ത്യക്തസ്വജന ബാന്ധവാഃ, എനിക്ക് വേണ്ടി എല്ലാ പ്രവൃത്തികൾ, ലൗകികമായിരിക്കുന്ന പ്രവൃത്തികൾ, ആദായമുണ്ടാക്കുന്ന പ്രവൃത്തികൾ, അതിനെ എല്ലാറ്റിനെയും പരിപൂർണമായി വിട്ട് ത്യക്തസ്വജന ബാന്ധവാഃ, സ്വജനങ്ങളും ബന്ധുക്കളും അവരെയും ഉപേക്ഷിക്കണം. ഈ സന്യാസിമാരുണ്ടല്ലോ, അവരിയ്ക്കുന്നിടത്തോളം ഒറ്റ സ്വജനം വന്നാൽ ശരിയാവില്ല. ഇപ്പൊ കണ്ടില്ലേ അവിടെ എന്തുണ്ടാവും? എവിടെ? ഇപ്പൊ നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഈ സന്യാസിമാരുടെ കൂടെ ഞാൻ സഹോദരനാണ്, മറ്റതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞ് ആര് വരണോ? ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സന്യാസ ബുദ്ധിയോടുകൂടി വന്നാൽ തിരക്കടില്ല, അതല്ലെങ്കിൽ കുഴപ്പം. ത്യക്തസ്വജന ബാന്ധവാഃ, ഒന്ന് ദേഹബന്ധമാണ്, നമുക്കിവിടെ ആവശ്യം ആത്മബന്ധമാണ്. തപന്തി വിവിധാതാപാഃ നൈതാന്മദ്ഗതചേതസഃ, അങ്ങനെയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് പിടിപെടുന്നതായ താപത്രയം അവരുടെ മനസ്സിനെ പിടിപെടില്ല. അത്ര വിശേഷപ്പെട്ടതാണ്. തപന്തി വിവിധാസ്താപാഃ നൈതാൻ മദ്ഗതചേതസഃ തയേതേ സാധവഃ സാധ്വി സർവസംഗവിവർജിതാഃ സംഗസ്ത്വേഷ്വധതേ പ്രാർത്ഥ്യഃ സംഗദോഷഹരാഹിതേ. എന്തിനാ ഇത്രയും പറഞ്ഞത്? നല്ല പോലെ ഓർമ്മ വെച്ചോളൂ. ഇതാണ് സജ്ജനങ്ങളുടെ ലക്ഷണം, ജ്ഞാനികളുടെ ലക്ഷണം, ഉത്തമ സന്യാസിമാരുടെ ലക്ഷണം, ഭക്തന്മാരുടെ ലക്ഷണം. അങ്ങനെയുള്ളവരോടുകൂടി നിങ്ങൾ സംഘം പുലർത്തിക്കോളൂ. മനസ്സിലായോ? മക്കളെ കെട്ടിപ്പിടിച്ചാൽ അനർത്ഥം, അപകടകരം. ചാവുമ്പോഴും കൂടി നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഊർധ്വശ്വാസം വരില്ല. അയ്യോ എന്റെ മക്കള് നല്ലവരാണെങ്കിൽ വിട്ടുപോകണമല്ലോ എന്നുള്ള വിഷമം, നല്ലവരല്ലെങ്കിൽ ഇവരെങ്ങനെ ആയില്ലോ എന്നുള്ള സങ്കടം. ഏതെങ്കിലും ഒന്ന് നിങ്ങളെ ചെകുത്താനമായി പിന്നാലെ വന്ന് പിടികൂടും. നേരെ മറിച്ച് സജ്ജനങ്ങളോടുള്ള പാശമാകട്ടെ അങ്ങനെയല്ല. തയേതേ സാധവ സാധ്വി, ഹേ സാധ്വി. ഇവിടെ മകൻ അമ്മയോട് പറയാണ്, ഹേ സാധ്വി തയേതേ സാധവ സർവസംഗ വിവർജിതാഃ, എല്ലാ വിധത്തിലുള്ള സംഘവും ഇല്ലാതെ അറ്റിരിക്കുന്ന കോമള ഹൃദയന്മാരാണ്, വിശാല ഹൃദയന്മാരാണ് അവർ. സംഗസ്തേ പ്രാർത്ഥ്യ. അമ്മ എന്തു വേണം? ഈ സജ്ജനങ്ങളോട് പ്രതിപത്തി വെച്ചുകൊണ്ടിരിക്കണം. ഇത് ആരാ പറയണത്? മകൻ. ആരോട്? അമ്മയോട്. മകൻ പറയാണ്, അമ്മയ്ക്ക് എന്നോട് ഒരു വിധത്തിലുള്ള പാശവും വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാനൊരു സാധുവാണെന്ന് വിചാരിച്ച് എന്നെ സ്നേഹിച്ചോളൂ, മകനാണെന്ന് വിചാരിച്ച് സ്നേഹിക്കരുത്.
എൻ്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ആ പുത്രബന്ധം ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. നേരെ മറിച്ച് സജ്ജനങ്ങളോടാണ് അമ്മയുടെ സ്നേഹം. സംഘദോഷഹരാഹിതേ, സാധാരണ നമ്മുടെ മനസ്സിനെ ആക്രമിച്ച് കീഴടക്കുന്നതായ സംഘം എന്ന് പറയുന്ന ദോഷമുണ്ടല്ലോ, ആ ദോഷത്തിനെ പൂർണ്ണമായി ഹരിക്കുന്നതാണ് ഈ സജ്ജനങ്ങളുമായിട്ടുള്ള സഹവാസം. ഇങ്ങനെ ഭാഗവതം വളരെ അധികം പ്രാധാന്യം നൽകുന്നതാണ് സജ്ജന സംസർഗം എന്ന് പറയുന്നത്. ഇനി കപിലൻ പറയാണ്, അമ്മയെ പറഞ്ഞ് ധന്യധന്യാക്കി കൊടുത്തു എന്നല്ലേ പറയണത്. അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ടോളൂ. യഥാ പുത്രാച്ച വിത്രാച്ച പൃഥങ്മർത്യ പ്രതീയതേ അപ്യാത്മത്വേനാഭിമതാത് ദേഹാദേ പുരുഷസ്തഥാ യഥോന്മുഖാത് വിസ്ഫുലിംഗാത് ധൂമാത്വാ വിശ്വസംഭവാത് അപ്യാത്മത്വേനാഭിമതാത് യഥാഗ്നി പൃഥകുന്മുഖാത്. ഇതുവരെ കേട്ടതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി. ഇനി ഞാൻ പറയാൻ പോണതാണ് അല്പം പിണക്കം വരിക. ലോകത്തിൽ 3 വിധത്തിലുള്ള മനുഷ്യരാണ്. സാധാരണയുള്ള മനുഷ്യരെങ്ങനെയാ? ഞാൻ ദേഹം മാത്രമാണ്, വേറെ ഒന്നുമല്ല എന്ന് വിചാരിക്കുന്ന ആള്. രണ്ടാമത്തെ കൂട്ടരോ, ഞാൻ ദേഹവുമാണ് ജീവനുമാണെന്ന്. അപ്പൊ ദേഹമല്ലാത്തൊരു ഘടകത്തിന് സ്ഥാനം കൊടുക്കുന്നവരാണ് പിന്നെ ഒരു കൂട്ടര്. മൂന്നാമത്തെ കൂട്ടരോ, അപൂർവമായിരിക്കുന്ന മഹാത്മാക്കള്, ജ്ഞാനികള്, ഞാൻ ദേഹമല്ലേ അല്ല ആത്മാ മാത്രമാണെന്ന്. ഇങ്ങനെ 3 തരക്കാരാണ് ലോകത്തിലുള്ള ജീവികൾ. അതിൽ നമ്മുടെ ഈ സദസ്സിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നവരാണാവോ കൂടുതൽ? ഞാൻ ദേഹം മാത്രം, ഞാൻ ദേഹം മാത്രം. അപ്പൊ കിടന്നുറങ്ങുമ്പോ ഈ ദേഹം എവിടെ പോയി? നിങ്ങൾ ദേഹത്തോടു കൂടിയാ കിടന്നുറങ്ങിയേ. ഉറക്കം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം ദേഹത്തെ വിസ്മരിച്ചിട്ടല്ലേ. എന്താ മിണ്ടാത്തെ? മെയ് പോലും മറന്നിട്ടാണ് ഉറക്കം. അപ്പൊ ഈ ഉറങ്ങിയ ആള് ദേഹമോ അതോ ദേഹമല്ലാത്ത മറ്റൊന്നോ? ഇവിടെയാണ് ഈ ആലോചന ആവശ്യം. നിങ്ങൾ ആലോചിക്കാൻ തയ്യാറുണ്ടോ? ഉറക്കത്തിന്റെ ലക്ഷണം എന്താ? ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് I should not be conscious of my body, nor should there be a consciousness of the mind, nor the intelligence, nor even the ego. That alone is deep sleep, wherein I seem to be forgetting everything, being dispossessed of everything, and I sleep alone. Sleep, mind you, is a intransitive verb. സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ എന്ന് 2 ക്രിയയുണ്ട്, കേട്ടിട്ടുണ്ടോ? സകർമ്മക ക്രിയയില് എന്തെങ്കിലും ഒരു കർമ്മം, വിഷയം, ഓബ്ജക്റ്റ് ഉണ്ടാവും. അകർമ്മക ക്രിയക്ക് അത് ഉണ്ടാവില്ല. ഞാൻ ഉറങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു എന്ന് പറയുന്നത് പോലെയല്ലല്ലോ. ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഉറങ്ങി എന്ന് പറയുമ്പോൾ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നൊരു ചോദ്യം ചോദിക്കോ? ഇല്ല. അപ്പൊ ഞാൻ ഉറങ്ങിയപ്പോ ഞാൻ മാത്രമേ അവിടെയുള്ളൂ. ആ ഉറക്കം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവമാണ്. ആ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ദേഹം ഓർമ്മയില്ല, മനസ്സും ഓർമ്മയില്ല. കട്ടിലാണെങ്കിൽ കട്ടിൽ, കോസരിയാണെങ്കിൽ കോസരി, മുറിയാണെങ്കിൽ മുറി, ഗൃഹമാണെങ്കിൽ ഗൃഹം, എല്ലാം മറന്നിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ഉറങ്ങി എണീക്കുമ്പോഴാണ് എനിക്ക് ദേഹസ്മൃതിയോ ദേഹബോധമോ വരുന്നത്. അപ്പൊ ഉറങ്ങുന്നത് ആരാ? ദേഹമാണോ? മറുപടി പറയില്ല. കണ്ടില്ലേ, ഒക്കെ കള്ളന്മാരാണ്. നിങ്ങൾക്ക് എന്താ ഈ ചങ്കിൽ എന്താ ഈ അടച്ചിരിക്കണേ? പറഞ്ഞൂടെ ശരിക്കും? ഉറങ്ങണത് ദേഹമാണോ എന്നാ ചോദിക്കണേ? അല്ല. അപ്പൊ പിന്നെ ഞാൻ ദേഹം മാത്രമാണെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ദേഹമല്ല, ദേഹാതീതമായിരിക്കുന്ന ഒരു ഘടകമുണ്ട്, അതാണ് ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള തോന്നലെങ്കിലും ഈ ശുഭാവസരത്തിൽ ഈ ശ്രോതാക്കൾക്ക് ഉണ്ടാവട്ടെ. അവിടുന്ന് അങ്ങട് അത് തീപ്പൊരിയെ ഊതിപ്പിടിപ്പിച്ച് ഹൂ ഹൂ എന്ന് പറഞ്ഞ് അങ്ങനെ വലിയൊരു അഗ്നി പോലെ ജ്വലിക്കുന്നത് മാതിരി ഈ ആത്മബോധം, ഈ ജീവബോധം ജ്വലിച്ച് വളരെ സമ്പന്നമായി സർവഗ്രാഹിയായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മജ്ഞാനിയാകാം. പക്ഷെ തുടക്കം ഇപ്പൊ കഴിയണം. ഈ ദേഹാതീതമായിരിക്കുന്ന ഒരു ഘടകം ആത്മാവുണ്ടല്ലോ, ആ ആത്മാവിനെ പറ്റി പറയാണ്. യഥാ പുത്രാച്ച വിത്രാച്ച പൃഥങ്മർത്യ പ്രതീയതേ. നിങ്ങൾക്ക് സ്വത്തുണ്ട്, കുട്ടികളുണ്ട്, ഗൃഹമുണ്ട്, ഇതൊക്കെ നിങ്ങൾക്കില്ലേ? എന്നാൽ നിങ്ങളിത് ഏതെങ്കിലും ഒന്നാണോ? എന്താ മിണ്ടാത്തെ? എനിക്ക് 2 കുട്ടികളുണ്ട്. എടോ, താനാരാ? കുട്ടികളാ? അല്ല, കുട്ടികളെ എന്റെയാണ്. അപ്പൊ എന്റെ കുട്ടികള് ഞാനല്ലല്ലോ, എന്റെ വീട് ഞാനല്ലല്ലോ. അപ്പൊ എന്റെ ദേഹം ഞാനാണോ? എന്താ പിന്നെ പറയാൻ വിഷമം?
നോക്കൂ, ഞാൻ ഈ തൂണുകളും ഈ പന്തലും ഒക്കെ നോക്കിക്കാണും. ആ നോക്കിക്കാണുന്നത് എന്നാൽ കാണപ്പെടുന്നതായ ഈ വസ്തുക്കൾ ഞാനല്ലല്ലോ. അതേ കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിനെയും ദേഹത്തെയും നോക്കിക്കാണുന്നു. അപ്പൊ അതേ കണ്ണുകളാൽ കാണപ്പെടുന്ന എൻ്റെ ദേഹവും കൈകളും ഞാനാണോ? മറ്റതെങ്ങനെ ഞാനല്ലയോ അതുപോലെ ഇതും ഞാനല്ല. എൻ്റെ മനസ്സ് എന്ന് ഞാൻ പറയണു. തനിക്ക് എന്താണോ മുഖത്ത് നോക്കിയാൽ വലിയ സുഖമില്ലല്ലോ, ആകെ മൊത്തം വിഷമം, ഇത്തിരി ചീത്തയും ശകാരവും ഒക്കെ പറഞ്ഞൊക്കെ മനസ്സിന് വിഷമം. മനസ്സിനാ വിഷമം, എനിക്കല്ല വിഷമം. എൻ്റെ മനസ്സിന് സുഖമില്ല എന്നാ പറയണത്. നമുക്ക് വിശപ്പുണ്ട്. എവിടെയാ വിശപ്പ്? വയറ്റിലാണ് വിശപ്പ്. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മറ്റൊരു ഘടകമാണ്, എൻ്റെ ശരീരമാണ്. എൻ്റെ എന്ന് പറയുന്നത് ഷഷ്ഠി വിഭക്തിയാണ്. ഷഷ്ഠി വിഭക്തി കൊണ്ട് സൂചിപ്പിക്കുന്ന പദാർത്ഥങ്ങളൊക്കെ പ്രഥമാ വിഭക്തിക്ക് പാത്രമായിരിക്കുന്ന ഞാനല്ല. അപ്പൊ എൻ്റെ മനസ്സ് ഞാനല്ല, എൻ്റെ ബുദ്ധി ഞാനല്ല, എൻ്റെ ശരീരം ഞാനല്ല, എൻ്റെ മക്കൾ ഞാനല്ല, എൻ്റെ വീട് ഞാനല്ല, എൻ്റെ സമ്പത്ത് ഞാനല്ല. അയാൾക്ക് വലിയ അഹങ്കാര, ഗർവ. അപ്പൊ ഈ അഹങ്കാരം, ഗർവ എന്ന് പറയുന്നത് അയാളല്ലല്ലോ. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് എപ്പോഴും വിലക്ഷണമായി നിൽക്കുന്ന ഒന്നാണ്. അത് മക്കളിൽ നിന്നും സമ്പത്തിൽ നിന്നും ഗൃഹത്തിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവോ അപ്യാത്മത്വേനാഭിമതാത് ദേഹാദേഹ പുരുഷസ്തഥാ, ഈ ദേഹത്തിൽ നിന്നും പൂർണ്ണമായി അത് വ്യത്യസ്തമായിരിക്കുന്നു. ഇത് ആര് പറയണു? മകൻ അമ്മയോട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടാവണ്ടേ? കണ്ടോ, മിണ്ടറില്ലേ അവര്? കണ്ടോ, പേടിക്കുന്നത്. ഭാഗവതം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം, ഭാഗവതനാവാനാണ് ഇഷ്ടക്കേട്. യഥോൽമുഖാത് വിസ്ഫുലിംഗാത് ധൂമാത് വിശ്വസംഭവാത്. നോക്കിക്കോളൂ, അവിടെ വിളക്ക്, ആ വിളക്കിൽ എണ്ണയുണ്ട്. എണ്ണ ഒരു ഘടകം, വിളക്ക് എന്ന് പറയുന്ന ലോഹം വേറൊരു ഘടകം, തിരി മൂന്നാമതൊരു ഘടകം. ഈ മൂന്നെണ്ണവും അവിടെ ഉണ്ടെങ്കിലും അവിടെ നാളം ഉണ്ടാവില്ല തീയുടെ. അത് വേറെ ഒരു നാളത്തിൽ നിന്ന് കൊളുത്തിയാൽ മാത്രമേ ആ നാളം ഉണ്ടാവുള്ളൂ. ഈ നാളത്തിന് എണ്ണ വേണം, തിരി വേണം, വിളക്ക് വേണം, ഒക്കെ വേണം. അങ്ങനെയൊക്കെ ആയാലും അതിലത്തെ പ്രകാശം നൽകുന്നതായ തീ ഈ തിരിയാണോ, എണ്ണയാണോ, വിളക്കാണോ? ഒരു തീക്കൊള്ളി കത്തി ജ്വലിച്ചിരിക്കുന്നു. ആ കത്തി ജ്വലിച്ചിരിക്കുന്ന തീക്കൊള്ളി അഗ്നിയുടെ പൂർണ്ണ ഗുണങ്ങളും ചൂടും പ്രകാശവും ഒക്കെ അതിനുണ്ട്. അങ്ങനെ ആയാലും അഗ്നി അഗ്നി ആ തീക്കൊള്ളിയിൽ നിന്ന് വ്യത്യസ്തമല്ലേ? ഭാഗവതം നിങ്ങളെ ഇനീഷ്യേറ്റ് ചെയ്യാണ്. ശ്രീമദ് ഭാഗവത ഈസ് ഇനീഷ്യേറ്റിംഗ് യു ഇൻടു ദാറ്റ് അരേന ഓഫ് ദ ബ്യൂട്ടിഫുൾ സോൾ. ആ ആത്മാ എന്ന് പറയുന്ന ആ പരവധാനി, ആ തലത്തിലേക്ക് നിങ്ങളിങ്ങോട്ട് എടുത്തു കൊണ്ടുപോവാണ്. കപിലനെയും ദേവഹൂതിയെയും നിർത്തി. കുറച്ചെങ്കിലും ആലോചിക്കൂ കൂട്ടരെ. തീ കൊള്ളിയിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണ് തീ. എണ്ണയിൽ നിന്നും തിരിയിൽ നിന്നും വിളക്കിൽ നിന്നും വ്യത്യാസപ്പെട്ടതാണ് തീനാളം. അതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടതാണ് അമ്മേ. അമ്മേ, അമ്മ മനസ്സിലാക്കൂ. ഞാനത് മനസ്സിലാക്കിയവനാണ്. അച്ഛനും ഒരു അളവ് വരെ മനസ്സിലാക്കിയിരുന്നു. ആ അച്ഛൻ അതിൽ തന്നെ പൂർണ്ണമായിരിക്കുന്ന ലഗ്നത കിട്ടാൻ വേണ്ടിയാണ് ഇപ്പൊ അമ്മയെയും എന്നെയും ഒക്കെ ഉപേക്ഷിച്ച് കൂടുതൽ തപസ് ചെയ്യാൻ പോയിരിക്കുന്നത്. ഞാനും അതുപോലെ പോകും. അങ്ങനെ അച്ഛനും ഞാനും പോയതിനു ശേഷം അമ്മ വിലപിക്കരുത്, അമ്മ സങ്കടപ്പെടരുത്. ഞങ്ങളെ മാതിരിയുള്ള ഒരു പ്രബുദ്ധത അമ്മേ, എൻ്റെ പൊന്നമ്മേ, അമ്മയ്ക്കും ഉണ്ടാവണം. ആ പ്രബുദ്ധത വരാനുള്ള വഴിയാണത്. അച്ഛനെങ്ങനെ ശരീരത്തിൽ നിന്ന് വിലക്ഷണനായി ആത്മാവോ, ഞാൻ എങ്ങനെ എൻ്റെ ശരീരം നോക്കിക്കാണുന്ന കണ്ടറിയുന്ന ദ്രഷ്ടാവായിരിക്കുന്ന ഞാൻ അതിൽ നിന്ന് വ്യത്യാസമോ, അതേപോലെ തന്നെ അമ്മയും അമ്മയുടെ ശരീരത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒന്നാണ്. ആ സത്യം മനസ്സിലാക്കൂ. ഇത് അകംഗ്രഹിക്കുന്നതായ പ്രക്രിയയാണ്, പുറം വസ്തുക്കളെ കാണുന്ന പ്രക്രിയയല്ല. പുറത്തുള്ള വസ്തുക്കളെ കാണാൻ കണ്ണു വേണം, കാതു വേണം, മൂക്ക് വേണം, നാവ് വേണം, ത്വക്ക് വേണം. എന്നാൽ അകത്തുള്ള വസ്തുവിനെ ഗ്രഹിക്കാൻ മനസ്സും ബുദ്ധിയും മാത്രമേ വേണ്ടൂ. ആ മനസ്സിനെയും ബുദ്ധിയെയും ഉണർത്താൻ വേണ്ടി ഞാനിതാ തത്വപ്രതിപാദനം നടത്തുന്നു അമ്മയ്ക്ക് വേണ്ടി. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ഉപദേശിക്കേണ്ടതാണ്, ഉപദേശം കേൾക്കേണ്ടതാണ്, കേട്ട് മനനം ചെയ്യേണ്ടതാണ്. മനനം ചെയ്താൽ സാക്ഷാത്കരിക്കാനും സാധിക്കും അക്ഷരം പ്രതി. അമ്മേ, മനസ്സിലാക്കൂ, മനസ്സിലാക്കൂ. സജ്ജനങ്ങളോടുകൂടി സഹവാസം ഉണ്ടാകട്ടെ. അവരെപ്പോഴും ഈ ആത്മീയമായിരിക്കുന്ന കഥനം നടത്തിക്കൊണ്ടിരിക്കും. ഗൃഹസ്ഥന്മാർക്ക് ഇത് പറയാൻ വരില്ല. അവർ ഈ ഇരട്ടത്തോണിയിൽ സഞ്ചരിക്കുന്നവരാണ്, നടന്നു എന്ന് വരില്ല.
സജ്ജനങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമേ ഇത് കിട്ടുള്ളൂ. അവരുടെ പിന്നാലെ കൂടിക്കോളൂ. അവരെ നിങ്ങൾ സ്നേഹിച്ചാൽ പോലും, സംഘമുണ്ടെങ്കിൽ പോലും ആ സംഘത്തിന് തകരാറില്ല. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ആ സത്സംഗം കൊണ്ട് മാത്രമേ നമുക്ക് ഫലമുള്ളൂ. ഇത് മനസ്സിലാക്കൂ. ഭൂതേന്ദ്രിയാന്തഃകരണാത് പ്രധാനാത് ജീവസംജ്ഞിതാത് ആത്മാ തഥാ പൃഥഗ്ദ്രഷ്ട ഭഗവാൻ ബ്രഹ്മസംജ്ഞിതഃ. ഈ ജീവൻ ആത്മാ എന്ന് പറയുന്നത് അത് കടുക് പോലെയോ ഒരു കുത്തുപോലെയോ ഉള്ള ചില്ലറ സാമഗ്രികളല്ല. അത് സർവവ്യാപകമായിരിക്കുന്ന ഒരു സത്താവിശേഷമാണ്. ആകാശം പോലെയുള്ളതാണ്. ആകാശം 5 ഭൂതങ്ങളാണ് എല്ലാം കൂടി. ഭൂമി കട്ടിയായിട്ടുള്ളത് വച്ചോടത്ത് അങ്ങനെ തന്നെ ഇരിക്കും. വെള്ളമാണെങ്കിൽ അത് പരക്കും, വായുവാണെങ്കിൽ പറക്കും, അഗ്നിയാണെങ്കിൽ അത് പ്രകാശകിരണങ്ങളായി സ്പന്ദനങ്ങളാകും. ആകാശം എല്ലാറ്റിനേക്കാളും അതിസൂക്ഷ്മമാണ്. അത്യന്ത സൂക്ഷ്മമായതിനാൽ അത് സർവവ്യാപകവുമാണ്. ആ ആകാശത്തെ പോലെ സൂക്ഷ്മതയാൽ, മനസ്സിലാവുന്നുണ്ടോ? ആകാശത്തെ പോലെ അതിസൂക്ഷ്മതയാൽ അത് അതിവ്യാപ്തവുമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ, ശരീരത്തിന്റെ ഉള്ളിൽ കിടക്കുന്നതായ ആത്മകോശം ശരീരത്തിനാൽ പരിമിതമാണെന്ന് വിചാരിക്കരുത്. കുടത്തിന്റെ ഉള്ളിലുള്ള ആകാശം കുടത്തിന്റെ മതിലിനാൽ കെട്ടപ്പെട്ടതാണോ അതോ മതിലിനെ ഭേദിച്ചുകൊണ്ട് അത് വ്യാപിച്ചിരിക്കുന്നതോ? ഒരു മുണ്ടെടുത്തു, കുളത്തിലിട്ടു. ആ കുളത്തിൽ മുണ്ടങ്ങോട് നനഞ്ഞു. ആ നനഞ്ഞിരിക്കുന്ന ആ നനവ് വെള്ളമുണ്ടല്ലോ, അത് ആ മുണ്ടിന്റെ തുണിയിൽ ഒതുങ്ങിയിരിക്കുന്നതോ വ്യാപിച്ചു കിടക്കുന്നതോ? മനസ്സിലാവുന്നുണ്ടോ? ഒരു ഇരുമ്പ് കമ്പി എടുത്തു, ചൂളയിലിട്ട് പഴിപ്പിച്ചു. അതില് ചൂട് മുഴുവൻ പ്രവേശിച്ചു. ആ പ്രവേശിച്ച ചൂട് ഇരുമ്പ് കമ്പിയിൽ ഒതുങ്ങി നിൽക്കണോ അത് പുറത്തും അകത്തും വ്യാപിച്ചു കിടക്കണോ? അതേമാതിരി നമ്മുടെ ഉള്ളിലുള്ള ആത്മാ ആകാശവല്ലേവ വിദൂരഗോഹം, ആകാശവത് ആകാശസമം ലേപവിദൂരഗോഹം. ഒരു വിധത്തിലുള്ളതായ ലേപനം, നിർലിപ്തമാണ് ഈ ആത്മാവ്. എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്നതാണ്. നമ്മുടെ വ്യക്തിത്വം മൂർത്തമല്ല, ശരീരം മാത്രമേ മൂർത്തം. ഈ വാക്ക് തന്നെ ഒരു പക്ഷേ നിങ്ങൾക്കറിയില്ല. Our personality does not have anything like a formfulness. The formfulness belongs only to the body. But what enlivens the body, permeates the body, what activates, inspires and instigates the body, that is a presence totally different from the body. The body is gross and the presence is subtle. ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമായി അങ്ങനെ കട്ടയായിരിക്കുന്ന ഒരു സാധനമാണ്. ആ ശരീരത്തിനെ ഉജ്ജീവിപ്പിക്കുന്നതായ ചേതനാത്മകമായ ജീവസത്തയാകട്ടെ അത് അതിസൂക്ഷ്മമാണ്. അപ്പം മനസ്സിന്റെ തലത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് കനമില്ല, നിങ്ങൾക്ക് വണ്ണമില്ല, പൊക്കമില്ല. ഉണ്ടോ? നിറമുണ്ടോ മനസ്സിന്? മനസ്സിന് പവിത്രത ഉണ്ടാകാം, അപവിത്രത ഉണ്ടാകാം. മനസ്സിന് നിറമില്ല, അതിന് വണ്ണുണ്ടോ, പൊക്കണ്ടോ? ആ ബുദ്ധിക്കോ? ഈ മനസ്സിന്റെയും ബുദ്ധിയെയും ബുദ്ധിയുടെയും സാക്ഷിയായിരിക്കുന്ന അന്തരാത്മാവാകട്ടെ ആകാശവല്ലേവ വിദൂരഗോഹം ആദിത്യവത് ഭാസ്യ വിലക്ഷണോഹം അംബോധിവത് പാരവിവർജിതോഹം അഹാര്യവത് നിത്യവിനിശ്ചലോഹം. അങ്ങനെ ആത്മാവിനെ കുറിച്ച് മനനം ചെയ്ത് അത് സർവവ്യാപകമാണെന്ന് മനസ്സിലാക്കൂ. പ്രകൃത്യ എല്ലാ കെട്ടുകൂട്ടുകളും അഴിഞ്ഞുപോകും. സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷേതാനന്യഭാവേന ഭൂതേഷ്വിവ തദാത്മതാം. സർവഭൂതേഷു ചാത്മാനം. നിങ്ങൾക്കുണ്ടായ കുട്ടികൾ, ആ കുട്ടികൾ ശരീരമാണ്, നിങ്ങളും ശരീരമാണ്. നിങ്ങളുടെ ശരീരം ആ കുട്ടികളിലുണ്ടോ? എന്താ മിണ്ടാത്തെ? കുട്ടികൾ വേറെ നിൽക്കണു, നിങ്ങൾ വേറെ നിൽക്കണു. പൊക്കിൾക്കൊടി മുറിച്ചതോടുകൂടി അതുവരെ വേണമെങ്കിൽ ഗർഭപാത്രത്തിലൊരു അംശമായിരുന്നു എന്ന് പറയാം. അപ്പോൾ സാധാരണ നിലയ്ക്ക് ദൈഹികമായി ചിന്തിച്ചാൽ നമുക്ക് വ്യാപകത്വമില്ല. നേരെ മറിച്ച് ആത്മാ എന്നുള്ള ആ ഒരു ഭാവത്തിൽ ചേതനാത്മകമായിരിക്കുന്ന ആ നിലയിൽ ചിന്തിച്ചാലോ സർവഭൂതേഷു ചാത്മാനം
സർവഭൂതാനി ച ആത്മനി. ആകാശം എങ്ങനെയാണോ ബാക്കി 4 ഭൂതങ്ങളിലും ഉള്ളത്, അതേമാതിരി നമ്മുടെ ഉള്ളിലുള്ളതായ ഈ ജീവസത്ത, ശരീരത്തെ ഉജ്ജീവിപ്പിക്കുന്നതായ ചേതനാവിശേഷം, അത് എല്ലാ ദിക്കിലും ഒരുപോലെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ നമ്മുടെ വ്യക്തിത്വം സമൂർത്തം, അമൂർത്തമല്ല, അമൂർത്തമാണ്. ഈ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? മൂർത്തം, അമൂർത്തം. അത് ഇന്നു മുതൽക്കെങ്കിലും നിങ്ങളുടെ മനസ്സിലും കുട്ടികൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. Only in the bodily level we have a personality, a formfulness, so to say. The moment you reach your mind, you reach your intelligence, you reach the spiritual presence called the magnificent soul, all your personality features disappear and you become impersonal, absolute, all permeating, all pervading. അതാണ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ എല്ലാ ഭൂതങ്ങളിലും ആത്മാവിൽ എല്ലാ ഭൂതങ്ങളെയും കണ്ട് ഈ ക്ഷേതാനന്യഭാവേന, മനസ്സിലുള്ള ഭേദഭാവനകളെല്ലാം പരിപൂർണമായി പോയി അനന്യഭാവത്തോടുകൂടി ഭൂതേഷ്വിവതദാത്മതാം, എല്ലാ ജീവജാലങ്ങളോടും അസ്തിത്വത്തോടും കൂടി ഒരു താതാത്മ്യം ഉണ്ടാകട്ടെ. അത് പറഞ്ഞിട്ട് പറയണു കപിലൻ, അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിതഃ സദാ തമവജ്ഞായ മാം മർത്യഃ കുരുതേ അർച്ചാവിഡംബനം. കേൾക്കുന്നുണ്ടോ എല്ലാവരും? അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിതഃ സദാ. ഇങ്ങനെയുള്ള പരമാത്മാവിനെയാണ് നാം ഈശ്വരൻ എന്ന് പറയുന്നത്. ഭാഗവതത്തിൽ തുടക്കത്തിലുള്ള ഒരു ശ്ലോകമുണ്ട്. കഴിഞ്ഞ 2 കൊല്ലത്തിലും അതിവിടെ എഴുതി വളരെ ദൃശ്യമാക്കി വെച്ചിരുന്നു. വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. നാം ഭഗവാൻ, ഈശ്വരൻ, മഹാപ്രഭു, പരമകല്യാണനിധി എന്നൊക്കെ പറയുന്നുണ്ട്. ആരെയാ ഈ പറയണത്? എന്താണ് ഇതിന്റെ സത്യം എന്ന് സൂതനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ, വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം. എല്ലാം കൂടി ഈ ലോകത്തിൽ അറിയപ്പെടേണ്ടതോ അനുഭവിക്കപ്പെടേണ്ടതോ ഗ്രഹിക്കപ്പെടേണ്ടതോ ആയി ഒരു സംഗതിയേ ഉള്ളൂ. അതെന്താ? അദ്വയം, ജ്ഞാനം. 2 എന്നുള്ള തോന്നൽ തന്നെ തീരുമാനമില്ലാതെയാക്കി ആകാശസമം വ്യാപകമായിരിക്കുന്ന ഒരു ജ്ഞാനം മാത്രമേ ഉള്ളൂ. ഈ ജ്ഞാനത്തിനെയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. പരബ്രഹ്മം എന്ന് പറയുന്നത് ഈ ജ്ഞാനത്തെയാണ്, പരമാത്മാവെന്ന് പറയുന്നത് ഇതേ ജ്ഞാനത്തെയാണ്, അദ്വൈത ജ്ഞാനത്തെയാണ്. ഭഗവാൻ എന്ന് പറയുന്നതും ഈ ജ്ഞാനത്തെയാണ്. അപ്പോ ആ വിവരം അദ്ദേഹം പറയാണ്. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവസ്ഥിതഃ സദാ. എങ്ങും നിറഞ്ഞിരിക്കുന്ന ഒരു മഹത് സാന്നിധ്യമാണ് ഞാൻ. അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തെ ഭജിക്കണമെങ്കിൽ, അതിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ, എന്തെങ്കിലും തരത്തിൽ അതിനോട് ആഭിമുഖ്യവും അതിനെ സമീപിക്കണമെന്നുള്ള തോന്നലുണ്ടെങ്കിലും അതിന് എന്തു വേണം? അതിന്റെ സമീപനം മനസ്സിലൂടെയാണ്, ബുദ്ധിയിലൂടെയാണ്. അതിനാണ് ഈ ഭാഗവത സത്രം നാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗവത സത്രത്തിൽ നിങ്ങൾക്ക് ഭഗവാനോടുള്ള സാമീപ്യവും ഭഗവത് സാന്നിധ്യത്തിലേക്കുള്ള പ്രവേശനവും ഇവിടുന്ന് കിട്ടണം. ഈ പ്രവേശനം ക്ഷേത്രത്തിൽ പോയാൽ കിട്ടി എന്ന് വരില്ല, ഇത് വീട്ടിലിരുന്നാലും കിട്ടി എന്ന് വരില്ല, ദൂരദർശൻ പ്രോഗ്രാമിന്റെ മുമ്പിലിരുന്നാലും കിട്ടില്ല. ഇത് ഉള്ളിലാണ് ഇതിന്റെ പ്രവേശനം. അന്തർമുഖമാകണം നിങ്ങളുടെ മനസ്സ്. മനസ്സിലൂടെ വേണം അങ്ങോട്ട് എത്താൻ, ബുദ്ധിയിലൂടെ വേണം അങ്ങോട്ട് എത്താൻ. ആ മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും എത്താൻ വേണ്ടി തം അവജ്ഞായ മാം മർത്യഃ. ഇത് പരമജ്ഞാനമാണ്. ഈശ്വരൻ പരമജ്ഞാനമാണ്, പരമാത്മ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ കുരുതേ അർച്ചാവിഡംബനം. കേട്ടോ നിങ്ങള്? ഇത് അറിയാത്തത് കൊണ്ടാണ്, അറിയാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് മനുഷ്യര് അർച്ചാവിഡംബനം കുരുതേ, വിഗ്രഹങ്ങളെയും പടങ്ങളെയും വെച്ച് പൂജിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ആരെ പൂജിക്കണു എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉദിക്കട്ടെ. വിഗ്രഹം പ്രതിനിധാനം ചെയ്യുന്നു ഈശ്വരനെ. നമ്മളൊരു കല്ല് നാം പ്രതിഷ്ഠിച്ചതാണ്. ആ പ്രതിഷ്ഠിച്ച കല്ല് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? അഖില ചരാചരങ്ങളിലും അധിവസിക്കുന്നതായ പരമകല്യാണ നിധിയായിരിക്കുന്ന ഒരു മഹത് സാന്നിധ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണത്. അപ്പൊ ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നണം, ഞാൻ നമസ്കരിക്കുമ്പോ, ആരാധിക്കുമ്പോ, പൂജിക്കുമ്പോ ആരെയാണ്, എന്തിനെയാണ്? അപ്പോ
എങ്ങും നിറഞ്ഞിരിക്കുന്ന ഒരു പരമസാന്നിധ്യത്തെ ആരാധിക്കുന്നവന്റെ മനസ്സിൽ ആ ആരാധിക്കുന്നത് ആരെയോ അതിനെ അനുസരിച്ചുള്ള ചെറിയ ഒരു വികാസമോ ഒരു വിശാലതയോ വരണ്ടേ? വരുന്നുണ്ടോ? അവിടെയാണ് കുഴപ്പം. തം അവജ്ഞായമാം മർത്യ കുരുതേ അർച്ചാവിഡംബനം. അർച്ചാവിഡംബനം ഈ പലവിധത്തിലുള്ളതായ സാധനങ്ങൾ വെച്ച് ഈ വിഡംബനം കാട്ടിക്കൂട്ടുകയാണ് അവിടെ ചെയ്യണത്. യോമാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതി സഹ. യോമാം സർവേഷു ഭൂതേഷു സന്തമാത്മാനമീശ്വരം. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന എന്നെ, വ്യാപിച്ചിരിക്കുന്ന ജഗതീശ്വരനെ പലയിടങ്ങളിലും ഞാൻ ധിക്കരിക്കുന്നു. എനിക്ക് ശത്രുക്കളുണ്ട്, ഞാൻ കുറ്റം പറയുന്നവരുണ്ട്, കണ്ടാ മോർതിരിക്കുന്നവരാണ് ചിലര്. അങ്ങനെ പലരിലും ഞാൻ ഭഗവാനെ ധിക്കരിക്കുന്നു. എന്നിട്ടോ ആരും കാണാതെ പൂജാമുറിയുടെ ഉള്ളിലിരുന്ന് 10-4 മനസ്സിലായോ നിങ്ങൾക്ക് പറയണത്? ഇതാരും കാണുന്നില്ലല്ലോ. ആരെയാ ഈ പൂജിക്കുന്നത്? എങ്ങും നിറഞ്ഞിരിക്കുന്നതായ പരമ്പൊരുളിനെയാണ്. ആ പരമ്പൊരുൾ എല്ലായിടത്തും ഉള്ളപ്പോ നിങ്ങൾക്കൊരു കടുകിനെ പോലും വെറുക്കാനുള്ള അർഹതയുണ്ടോ? എന്താ മിണ്ടാതെ? പിന്നെ എന്താ ഈ വെറുപ്പ് പതിയിരിക്കണത് മനസ്സില്? അതിനെ പിഴുതെടുത്ത് കളയൂ. അതിനെ പിഴുതെടുത്ത് കളയാതെ അമർത്തി വെക്കുകയാണ്. എന്നിട്ട് ഇത് ചെയ്യണ്ടെന്നല്ല പറയണത്. അമ്മയെ മുക്തിയാക്കാനുള്ള ഉപദേശമാണ്. അമ്മയുടെ മനസ്സിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ. മക്കൾക്ക് അമ്മയുടെ വായിന്റെ ഉള്ളിൽ കൂടി അകത്തേക്ക് കിടക്കാൻ പറ്റുമോ? അപ്പൊ അമ്മയുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് ശബ്ദത്തിലൂടെയാണ്, അറിവിലൂടെയാണ്, ഭാവാത്മകതയിലൂടെയാണ്, ജ്ഞാന പാരമ്യതയിലൂടെയാണ് ഒരാളുടെ മനസ്സിൽ പ്രവേശിക്കുക. ഒരു സദ്ഗുരു ചെയ്യുന്നതാണ്. ഞാൻ ഈ പറയുന്ന വാക്കുകൾ കൊണ്ട് എന്തു നേടാൻ ഉദ്ദേശിക്കുന്നു? നിങ്ങളുടെ കാത് ഇങ്ങോട്ട് കടം തന്നാ മതി, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നുഴഞ്ഞു കയറി ആധിപത്യം സ്ഥാപിച്ചോളാം. കാത് ഇങ്ങോട്ട് കടം തന്നാ മതി. അപ്പൊ ഈ ശബ്ദത്തിലൂടെ പറയുകയാണ്, യോമാം സർവേഷു ഭൂതേഷു സന്തം ആത്മാനമീശ്വരം. പരമാത്മാവായി സർവജീവജാലങ്ങളിലും ഒരുപോലെ സന്നിഹിതമായിരിക്കുന്ന ജഗതീശ്വര സാന്നിധ്യത്തെ ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത്. അങ്ങനെ ഒരു സാർവത്രികമായിരിക്കുന്ന വിശാല മനോഭാവം പുലർത്തുന്നതിന് പകരം ഒളിഞ്ഞിരുന്ന് നോക്കൂ. ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതായ ആ ബിംബമുണ്ടല്ലോ, ആ ബിംബത്തിന് ഒരു ഹൃദയമാണെന്നോ മസ്തിഷ്കമാണെന്നോ എന്ന് പറയാം. അത് ശ്രീകോവിലിന്റെ ഗർഭഗൃഹത്തിലാണ് അതുള്ളത്. അതിന്റെ 4 ഭാഗത്ത് ആ ജഗതീശ്വരനെ ഞാൻ ഓരോ ക്ഷേത്രത്തിലും പോകുമ്പോൾ പറയുന്നതാണ്. ആ ഈശ്വര സാന്നിധ്യം എതുവരെയുണ്ട്? പുറം മതിലിന്റെ പുറം ചുറ്റളവ് വരെയുണ്ട്. എന്ത്? പുറം മതിലിന്റെ. ആ ക്ഷേത്രത്തിന്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ തുപ്പും ചെയ്യും, കള്ളത്തരവും കാണിക്കും ആ ബിംബത്തില്. അപ്പൊ നിങ്ങൾ വാസ്തവത്തിൽ ഭഗവാനെ കൂടുതൽ സ്ഥലത്ത് മിസ് ചെയ്ത് ഒരു സ്ഥലത്ത് കാണുന്നു, അതോ കൂടുതൽ സ്ഥലത്ത് കാണുന്നു? ഇങ്ങനെ ഒരു ബിംബുണ്ട്, അതിനെ നിങ്ങൾ കണ്ടു. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഭഗവാനില്ല, പുറത്തുമില്ല. ഇതാണ് നമ്മുടെ വിചാരം. അപ്പൊ ക്ഷേത്രത്തിൽ കിടക്കുമ്പോ തന്നെ പവിത്രമായ ഒരു സമീപനം നമുക്ക് ഉണ്ടാവണം. അത് മുഴുവനും ജഗതീശ്വരന്റെ ആണ്. എന്നിട്ട് അധികം താമസിക്കാതെ ഞാൻ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതുമായ ഈശ്വരൻ എല്ലാ ദിക്കിലുമുണ്ട് എന്ന് വിചാരിച്ച് യാതൊന്നു കാൺകിലതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കിലതു നാരായണാർച്ചനകൾ, യാതൊന്നു ചെയ്കിലതു നാരായണാർച്ചനകൾ, യാതൊന്നു കേൾക്കിലതു നാരായണ ശ്രുതികൾ, യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമഃ. സമ്പൂർണം ജഗദേവനന്ദനവനം സർവേപി കൽപദ്രുമാഃ, ഗാംഗം വാരി സമസ്തവാരിണിവഹാഃ, പുണ്യാഃ സമസ്താഃ ക്രിയാഃ, വാചഃ പ്രാകൃത സംസ്കൃതാഃ ശ്രുതിശിരോ വാരാണസീ മേദിനീ, സർവാവസ്ഥിതിരസ്യ വസ്തു വിഷയാ ദൃഷ്ടേ പരബ്രഹ്മണി. സമ്പൂർണം ജഗദേവ നന്ദനവനം. ഈ ലോകം മുഴുവനും നന്ദനവനമാക്കി തീർക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഭക്തി നിർഭരമായിരിക്കുന്ന മനസ്സ്, സർവവ്യാപിയായിരിക്കുന്ന ഈശ്വര സാന്നിധ്യത്തിൽ പരിപൂർണമായി മുങ്ങി ലയിച്ച അമർന്ന ഒന്നായി തീർന്നിട്ടുള്ള മനസ്സ് മാത്രമേ അങ്ങനെ ആവുള്ളൂ.
അഹമുച്ചാവജൈർദ്രവ്യൈഃ ക്രിയയോത്പന്നയാനഘേ നൈവ തുഷ്യേ അർച്ചിതോ അർച്ചായാം ഭൂതഗ്രാമാവമാനിനഃ. വലിയ ആലഭാരങ്ങൾ കൂട്ടി വലിയ വലിയ വസ്തുക്കളും സാമഗ്രികളും വിലപിടിച്ചതൊക്കെ കൊണ്ടുവന്ന് എന്നെ വലിയ വടക്കേന്ത്യയിൽ ഒരു പൂജയുണ്ട്, 56 സാധനങ്ങൾ കൊടുത്തിട്ട് ചപ്പന്ന ഒരു ഭോഗമുണ്ട് അത്ര. അവിടെ 56 കൂട്ടം സാധനങ്ങൾ അങ്ങോട്ട് ഭഗവാന് നിവേദിക്കുകയാണ്. ഇവിടെ എങ്ങാനും അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 56 ഒരു സ്ഥലത്തേക്ക് അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി. 56 കൂട്ടേ. അയ്യോ, ഈശ്വരന്റെ വയറ് പൊട്ടില്ലേപ്പാ, ഇത്തിരി മുക്കിടിയൊക്കെ അരച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ തന്റെ കയ്യിൽ അതൊക്കെ ഉണ്ടേ, അപ്പൊ പിന്നെ കാണിക്കണം. അപ്പൊ ഉച്ചാവചൈർദ്രവ്യൈഃ വിലപിടിച്ച സാമഗ്രികൾ അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവന്ന് എന്നെ ഉപാസിക്കുന്നുണ്ടല്ലോ. ക്രിയയോത്പന്നയാനഘേ അശ്വമേധയാഗം മുതലായിട്ടുള്ള മഹായാഗങ്ങൾ കൊണ്ട് നൈവ തുഷ്യേ അർച്ചിതോ അർച്ചായാം ഭൂതഗ്രാമാവമാനിനഃ. ഇങ്ങനെയൊക്കെ ആലഭാരങ്ങൾ കൂട്ടി എന്നെ പൂജിച്ചാലും ആ പൂജ കൊണ്ട് എനിക്ക് സന്തോഷമില്ലേ? കേൾക്കുന്നുണ്ടോ നിങ്ങള്? എങ്ങനെയാണെങ്കിൽ ആ പൂജ ചെയ്യുന്നവന്റെ മനസ്സ് അപവിത്രമാണെങ്കിൽ ഭൂതഗ്രാമാവമാനിനഃ, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു സാധനത്തിനെ നിന്ദിക്കുകയെ തിരസ്കരിക്കുകയെ ധിക്കരിക്കുകയെ കുറ്റം പറയുകയെ ഉപദ്രവിക്കുകയെ ചെയ്യുകയാണെങ്കിൽ എന്നെ തന്നെയാണ് അവർ ഉപദ്രവിക്കുന്നതും കുറ്റം പറയുന്നതും. അങ്ങനെ ഒരു ഭാഗത്ത് കുറ്റം പറയുക, മറുഭാഗത്ത് ആരും കാണാതെ പൂജയും ചെയ്യുക, ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ മനസ്സിലുള്ള ആശാപാശങ്ങളൊക്കെ തീർത്ത് അമ്മയുടെ മനസ്സിനെ പ്രബുദ്ധമാക്കി തസ്മാന്ന കാര്യസന്ത്രാസോ ന കാർപ്പണ്യം ന സംഭ്രമഃ ബുദ്ധ്വാ ജീവഗതിം ധീരോ മുക്തസംഗശ്ചരേദിഹ. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു വിധത്തിലും ഭയമുണ്ടാവരുത്, നിരാശയുണ്ടാവരുത്, ജീവിതത്തിൽ മടി തോന്നരുത്, ഇടുക്കങ്ങളും തകരാറുകളും എല്ലാം മനസ്സിൽ നിന്ന് പോട്ടെ. ഈ ജീവൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് ശരീരത്തോടു കൂടി ജനിക്കുന്നു, കുറച്ചു കാലം യാത്ര ചെയ്തതിനു ശേഷം വിട്ടുപോണു, എത്ര തലമുറകൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. മരിച്ചവരുടെ സംഖ്യയാണ് ലോകത്തിൽ എപ്പോഴും കൂടുതൽ, ജീവിച്ചിരിക്കുന്നവരുടെ സംഖ്യയല്ല. അങ്ങനെ കസ്യാത്യന്തം സുഖമുപനതം ദുഃഖമേകാന്തതോ വാ നീചൈർഗച്ഛത്യുപരിചദശ ചക്രനേമി ക്രമേണ. അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് കർദമ പ്രജാപതിക്ക് സമ്മാനമായി കൊടുത്തു. ആ സമ്മാനം അനുഭവിച്ച് വിമാനത്തിൽ യാത്ര ചെയ്ത് പരമസുഖം അനുഭവിച്ചു അമ്മ. ഇപ്പൊ അതിനെല്ലാം കാരണഭൂതനായിരിക്കുന്ന അച്ഛൻ യാത്ര പറഞ്ഞു പോയി കഴിഞ്ഞു. ഞാനും അധികം താമസിക്കാതെ പോവാൻ പോവുകയാണ്. അമ്മ എന്തു വേണം? അവനവന്റെ കാര്യം നോക്കണം, ഒരു വിധത്തിലും ഭയപ്പെടരുത്. ബുദ്ധ്വാ ജീവഗതിം ധീരോ മുക്തസംഗശ്ചരേദിഹ. എല്ലാ വിധത്തിലുള്ള ആശാപാശങ്ങളും മനസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞ് സന്തോഷത്തോടു കൂടി ഉല്ലാസവതിയായി ജീവിക്കൂ. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം. വാസുദേവേ ഭഗവതി, വാസുദേവനായിരിക്കുന്ന ഭഗവാനിൽ ഭക്തിയോഗ പ്രയോജിത, സ്നേഹമസൃണമായിരിക്കുന്ന ഭക്തിയോഗം വേണ്ടതുപോലെ പ്രയോഗിച്ചാൽ വിനിയോഗിച്ചാൽ ജനയത്യാശു വൈരാഗ്യം. ഈശ്വര ഭക്തിയുടെ അർത്ഥം ലോകവൈരാഗ്യം എന്നാണ്. ലോകത്തിനോട് വൈരാഗ്യം തോന്നി ജ്ഞാനം യത് ബ്രഹ്മദർശനം. ഭക്തിയിൽ നിന്ന് വൈരാഗ്യം വന്നാൽ പിന്നെ ജ്ഞാനം വരാൻ താമസം ഉണ്ടാവില്ല. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. മകന്റെ ഉപദേശം കഴിഞ്ഞു. അതൊക്കെ കേട്ടിട്ട് അമ്മ എന്താ, ഏവം നിശമ്യ കപിലസ്യ വചോ ജനിത്രി സാ കർദമസ്യ ദയിതാ കില ദേവഹൂതി വിസ്രസ്തമോഹപടല തമഭിപ്രണമ്യ തുഷ്ടാവതത്വ വിഷയാങ്കിത സിദ്ധിഭൂമിം. ഈ ശ്ലോകം വായിക്കുമ്പോൾ എനിക്ക് എന്തുമാത്രം എന്താ പറയാ, ഞാൻ ഒരു ഭാവസാന്ദ്രത. ഒരമ്മ മകൻ പറയണതാണ്. ഇതിൽ ആ മകൻ പറയണത് കേട്ടിട്ട് ഏവം നിശമ്യ കപിലസ്യ വചോ ജനിത്രീ. ജനിത്രി അമ്മ. മകൻ പറയണ ഈ വാക്കുകൾ കേട്ട് സാ കർദമസ്യ ദയിതാ കില ദേവഹൂതി വിസ്രസ്തമോഹപടലാതമഭിപ്രണമ്യ. കേട്ടതോടുകൂടി മനസ്സിലുള്ള മോഹങ്ങൾ മുഴുവൻ പോയി. എത്ര പോയി. ആ മകനെ നമസ്കരിച്ചു. മകൻ യാത്രയായി. കുറച്ചു കാലം ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇത്രയും എനിക്ക് നല്ലത് പറഞ്ഞു തന്ന മകൻ പോയില്ലോ എന്ന് പറഞ്ഞൊരു സങ്കടം. ആ സങ്കടവും നല്ലതാ, അത് നല്ലതാണ്. മകനെ ചൊല്ലിയുള്ള ഒരു സങ്കടമാണല്ലോ, ജ്ഞാനിയായിരിക്കുന്ന ഒരു മകനെ ചൊല്ലി. ആ സങ്കടത്തിനെ അതിജീവിച്ച് അവർ തപോനിരതയായി
എവിടെ ദേവഹൂതി കർദമ പ്രജാപതിയോടുകൂടി കപിലനോടുകൂടി താമസിച്ചുവോ അതേ സ്ഥലത്ത് തന്നെ അവർ തുടർന്ന് കുറെ കഴിഞ്ഞ് അവരുടെ തപസ്സിനാലും ജ്ഞാനത്തിനാലും വൈരാഗ്യത്തിനാലും അവർ ഉദാസീനയായി. പലരും അവർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു, അവർ സ്വയം കഴിക്കാതെയായി. പിന്നെ വായിലൊക്കെ ഭംഗിയായി കൊണ്ടുവന്ന് കൊടുത്ത് അതും കഴിഞ്ഞ് അവസാനം ശരീരവും വിട്ട് നിർമുക്തയായി തീർന്നു. ഇതിങ്ങനെ ശബ്ദരൂപത്തിൽ ഭാഗവത കർത്താവും ശ്രീമദ് ഭാഗവതവും പറഞ്ഞു തന്ന പ്രവക്താക്കളായിരിക്കുന്ന ഞങ്ങളും നിങ്ങളെ ധരിപ്പിക്കുമ്പോൾ ഭക്തജനങ്ങളെ തത്വജ്ഞാന കുതുകികളെ, ജിജ്ഞാസുക്കളെ, ധർമ്മപ്രേമികളെ, നിങ്ങളുടെ മനസ്സിലും വൈരാഗ്യവും വിജ്ഞാനവും ഉദിക്കണം. ദീർഘകാല തപസ്സുകൊണ്ട് നേടാൻ പറ്റാത്തതാണ് സജ്ജനങ്ങളുടെ തത്വപ്രവചനം കൊണ്ട് നമുക്ക് കിട്ടുക. ഇത്രയും കാലം ഭർത്താവിന്റെ കൂടെ ഇരുന്ന് അമ്മയ്ക്ക് കിട്ടാത്തതായ ഒരു നേട്ടമാണ് പൊന്നുമകൻ അദ്ദേഹത്തിന്റെ ആ തത്വനിർഭരമായ സംവാദത്തിലൂടെ ഓരോ വാക്കുകൊണ്ടും അമ്മയുടെ ഹൃദയത്തിൽ തൊടുത്തുവിട്ടത്. നിങ്ങൾക്ക് എക്സ്റേ എന്നൊരു സാധനം അറിയാം, സ്കാനിങ് ഒക്കെ ഇപ്പൊ നടക്കുന്നതാണ്. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ കടന്നു ചെന്ന് അകത്തുള്ള വസ്തുക്കളെ പടം പിടിക്കുന്നതാണ് ഈ സ്കാനിങ്, എക്സ്റേ എന്നൊക്കെ പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ നിന്ന് മരിച്ചവരുടെ ശരീരത്തിൽ നിന്ന് ശബ്ദം വരില്ല, ജീവിച്ചിരിക്കുന്നവരുടെ ശരീരത്തിൽ നിന്നേ വരുള്ളൂ. ആ ശബ്ദത്തിനുള്ള ശക്തിയെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? ഈ ഭാഗവതം എന്ന് പറയുന്നത് ശബ്ദബ്രഹ്മമാണ്. ഈ ഭാഗവതത്തിൽ പറയുന്ന കഥനങ്ങളും സംവാദങ്ങളും തത്വമൂല്യ സിദ്ധാന്തങ്ങളും എല്ലാം വേണ്ടതുപോലെ പറഞ്ഞു തന്ന് വേണ്ടതുപോലെ കേട്ടു എന്നുണ്ടെങ്കിൽ ആ ശ്രവണം തന്നെ ഒരു സുധയാണ്, ഒരു അമൃതാണ്. മില്ലിമീറ്ററായി ആ ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്ന് ആ മനസ്സിലുള്ള വിഷമങ്ങളും അനർത്ഥങ്ങളും ദുരിതങ്ങളും താപത്രയവും എല്ലാം നീക്കി നിങ്ങളെ പവിത്ര ഹൃദയരാക്കി ആശയത്തെളിച്ചം ബുദ്ധിക്ക് നൽകി നശ്വരമായിരിക്കുന്ന ഈ ലോകത്തോടുള്ള എല്ലാവിധത്തിലുള്ള ആശാപാശവും ഒട്ടലും അങ്ങനെ അഴിഞ്ഞു ഉലർന്നു പോയി നിങ്ങൾ നിർമുക്ത ഹൃദയന്മാരായിത്തീരും. അത്ര വിശേഷപ്പെട്ടതാണ് ഈ സത്രശാല. ധന്യമായി ഈ സത്ര സംരംഭം അന്വർത്ഥമായി സഫലമായി നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടതുപോലെ അത് കുറച്ചെങ്കിലും പ്രാവർത്തികമാക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നാ മതി, വേറെ ഒന്നും വേണ്ട. 12 ദിവസം ഇവിടെ ഒന്നാം തരം വിജ്ഞാന സദ്യയാണ് വിളമ്പി തരുന്നത്. മറ്റേ സദ്യ കഴിച്ചാൽ വയറ് മതി എന്ന് പറയും, ഹൃദയം മതി എന്ന് പറയില്ല. ആവോളം ഉണ്ടോളൂ ഉണ്ടുണ്ട് നിറയട്ടെ. നിറഞ്ഞതിന് ശേഷം നിങ്ങളിൽ നിന്ന് ബാക്കിയുള്ളവർക്കും പ്രസരിക്കട്ടെ വിജ്ഞാന സദ്യ. പത്രത്തിൽ എഴുതി കണ്ടു വിജ്ഞാന സത്രം. ശരി തന്നെയാണത്. ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരും ധന്യരാണ്. നിങ്ങളുടെ കുടുംബത്തേക്ക് വലിയ ഒരു നേട്ടം ഇതുകൊണ്ടുണ്ടായിരിക്കുന്നു. ഇവിടെ വെറുതെ കേൾക്കാൻ വന്നതല്ല. ശ്രവണം എന്ന് പറയുന്നത് ഒരു സാധനയാണ്. ആ സാധനയിലൂടെ നിങ്ങൾ ഉൾക്കൊള്ളുന്നത് പരമാത്മീയമായിരിക്കുന്ന സമ്പത്താണ്, വൈഭവമാണ്. പരമകല്യാണ നിധിയായിരിക്കുന്ന ജഗദീശ്വരനെ ഇഞ്ചിഞ്ചാക്കി നാം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. ആ ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ ഈ സത്രശാല കൂടുതൽ മുഖരിതമാകട്ടെ. എന്നോട് ചിലർ പറയുണ്ടായി, സ്വാമിജി കഴിഞ്ഞ തവണത്തെ 2 സത്രം പോലെയല്ല ഇത്തവണ, ഞങ്ങൾക്ക് താത്വികമായിട്ട് പലതും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ പറയുന്നവരിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ അഭിലഷിച്ചതും ആവശ്യപ്പെട്ടതും. അങ്ങനെ ഇതൊരു തത്വ സമീക്ഷയായി ശ്രീമദ് ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി, ശുഗമുനി, പരീക്ഷിത്ത് അവരെല്ലാവരും ഈ ശ്രീമദ് ഭാഗവതത്തെ എങ്ങനെ കണ്ടുവോ, എങ്ങനെ കേട്ടുവോ, എങ്ങനെ ഉണർന്നുവോ, അതേമാതിരി ഉണരാൻ പറ്റിയ തരത്തിലുള്ള പ്രവചനങ്ങൾ, തത്വപ്രവചനങ്ങൾ, മൂല്യ സിദ്ധാന്ത വിവരണങ്ങൾ, തത്വവിവരണങ്ങൾ ഈ പ്രവക്തൃപീഠത്തിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കുമാറാകട്ടെ. അത് കേൾക്കാൻ ബഹുസഹസ്രം ജനങ്ങൾ ഇവിടെ വന്നെത്തണം. അങ്ങനെ ഇതൊരു വലിയ നൈമിഷാരണ്യം തന്നെ ആയിത്തീർന്ന് എല്ലാവരും സന്തോഷത്തോടുകൂടി സുഖത്തോടുകൂടി ജീവിക്കൂ. നിങ്ങളുടെ കുടുംബത്തിൽ നല്ല നല്ല കുട്ടികൾ ഉണ്ടാവട്ടെ. ആ കുട്ടികൾ അച്ഛനമ്മമാരെ അതിശയിക്കാവുന്ന ഗുണമഹിമകളോടുകൂടി വളരും വേണം. പക്ഷെ അവരൊക്കെ ജനിക്കുന്നത് നിങ്ങൾക്കാണ്. അതിനനുസരിച്ചൊരു മനോഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാനൊരു ശ്ലോകം ഒരു കാലത്ത് എഴുതുണ്ടായി. അത് എന്നെ സംബന്ധിച്ചൊരു ശ്ലോകം തന്നെയാണ്, അമ്മയെ സംബന്ധിച്ചും. അതൊന്ന് ചൊല്ലാം. മലയാളത്തിലാവുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമല്ലോ.
പണ്ടെങ്ങാണ്ടമ്മ കേൾപ്പിച്ചതു മുതലൊളിവായി കേറിയെന്നുള്ളിലെന്തോ, പണ്ടെങ്ങാണ്ടമ്മ കേൾപ്പിച്ചതു മുതലൊളിവായി കേറി എന്നുള്ളിലെന്തോ, വർദ്ധിച്ചു നാൾക്കുനാളായി അതതിരു കവിയാനുള്ള വാത്സല്യമായി, വർദ്ധിച്ചു നാൾക്കുനാളായി അതതിരു കവിയാനുള്ള വാത്സല്യമായി. ഭാവത്തിൻ പാവനത്വം വഴിയരുളിയ തൻ ഭാവസമ്പാദനത്താൽ, ഭാവത്തിൻ പാവനത്വം വഴിയരുളിയ തൻ ഭാവസമ്പാദനത്താൽ, സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു നീ തന്നെ ഞാനായി, സമ്പൂർണ്ണ സ്നേഹമായിട്ടതു സതതമിതാ മുറ്റു നീ തന്നെ ഞാനായി, നീ തന്നെ ഞാനായി. ഹരി ഓം ഹരി ഓം ഹരി. എല്ലാവരും കൂടി ജപിക്കാം. ഓ ഞാനിവിടെ നോക്കി വായിച്ചതും ശ്ലോകങ്ങൾ ചൊല്ലിയതും ആദ്യത്തെ സത്രത്തിന്, ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം തുടങ്ങിയപ്പോൾ തന്നെ ഭാഗവതത്തിൽ ഒരു പരിവ്രജനം നടത്താൻ ഞാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ വന്നു ചേർന്നതാണ്. സന്യാസിമാർക്കുള്ളതാണ് പരിവ്രജനം. പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുക. ഞങ്ങളൊക്കെ സഞ്ചാര സമാധിസ്ഥന്മാരാണ്. ഒരു ദിക്കിലിരിക്കുന്നവരല്ല, സഞ്ചരിക്കുക. അപ്പോൾ പലർക്കും അത് കാണാനും കേൾക്കാനും എന്തെങ്കിലും മനസ്സിലാക്കാനുമുള്ള ഒരു സന്ദർഭം ഉണ്ടാവും. എല്ലാവരും ഞങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ കേൾക്കാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ സഞ്ചാര സമാധിസ്ഥരായ പരിവ്രജനമുണ്ടല്ലോ, ആ പരിവ്രജനം ഭാഗവതത്തിൽ നടത്താൻ തുടങ്ങി. സാധാരണ പരിവ്രജനം നടത്തുന്നത് കാലുകൊണ്ടാണ്, ഭൂമിയിലാണ് സഞ്ചാരം. ഇവിടെ 18,000 ശ്ലോകങ്ങളും 12 സ്കന്ധങ്ങളുമുള്ള തത്വമൂല്യ സിദ്ധാന്ത സംവാദ ബഹുലമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിൽ അന്ന് തുടങ്ങിയ പരിവ്രജനത്തിൽ 1 മുതൽക്ക് 4 വരെയുള്ള സ്കന്ധങ്ങളിലെ പരിവ്രജനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ശ്രീമദ് ഭാഗവതം നിത്യജീവിതത്തിൽ എന്ന് എഴുതിയത്. അതിൽ നിന്ന് കപിലൻ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നുള്ള ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. പിന്നെ 5ഉം 6ഉം 7ഉം സ്കന്ധങ്ങളാണ് ഭക്തിയുടെ സോപാനത്തിൽ എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെയും ബാക്കിയുള്ളവരെയും എല്ലാം കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. അതിൽ ഇത്തവണ അതേമാതിരി 8ഉം 9ഉം സ്കന്ധങ്ങളിൽ ഗജേന്ദ്രൻ, എന്താണ് ഗജേന്ദ്രൻ നമ്മളെ പഠിപ്പിക്കുന്നത്? വാമനൻ എന്തായിരുന്നു വാമനന്റെ ഉദ്ദേശം? മഹാബലിയെ അടിച്ചമർത്തതാണോ വാമനന്റെ അവതാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഭഗവാൻ പ്രത്യേകമായി അവതരിക്കുന്ന ഭാഗങ്ങളുണ്ടോ അദൃശ്യശക്തി ദൃശ്യമാകുമ്പോൾ? അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ സത്രം തുടരുന്നുണ്ട്. അതെന്നെ നിർബന്ധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ പരിവർത്തനം ഒരുപക്ഷെ ഞാനും തുടർന്നേക്കാം. അടുത്ത തവണ എഴുതാൻ പോകുന്നത് ശ്രീകൃഷ്ണൻ, ആ പൂർണ്ണ മനുഷ്യനായിരിക്കുന്ന കൃഷ്ണൻ എങ്ങനെയാണ് വേദവ്യാസ മഹർഷി നമുക്ക് സംഭാവന ചെയ്യുന്നത്, ആ കൃഷ്ണ ജീവിതത്തിലുള്ള മഹത്വം എന്ത്, മേന്മ എന്ത് എന്നുള്ളതായിരിക്കും. ആ പുസ്തകം എന്താണ് പേരെന്നൊന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു. ഇത് നിത്യജീവിതത്തിൽ നിന്ന് ഭാഗവതം അതിൽ നിന്ന് വായിച്ചതാണ്. എല്ലാവരും നന്നായിരിക്കും. നമുക്ക് കാര്യങ്ങൾ തുറന്നു പോട്ടെ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓരല്ലോ അപ്പാ, ഇത്ര ആൾക്കാരേ ഉള്ളൂ ഇവിടെ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. നമഃ പാർവതീപതയേ.